ഇന്ന് രാജ്യത്ത് കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020. ഏകപക്ഷീയമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കുന്ന ഈ നയത്തിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വിദ്യാഭ്യാസ നയത്തിന് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇതിന്റെ തിയററ്റിക്കലി ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയെങ്കിലും അതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയായിരിക്കും എന്നത് എനിക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ഇതിന് ഒരുപാട് ദൂഷ്യവശങ്ങൾ, ദൂരവ്യാപകമായ ദൂഷ്യവശങ്ങൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഇത്തരം പല വിഷയങ്ങളിലും PKCT അതിന്റെ ഉത്തരവാദിത്തങ്ങൾ പല ഘട്ടങ്ങളിലായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഏറ്റവും ആദ്യമായി ഇടപെടേണ്ടത് PKCT തന്നെയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാന പല ജില്ലാ മേഖലകളിലും ഇത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് നമുക്ക് ഉള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് വെബിനാർ തന്നെയാണ്. അപ്പോൾ ഈ വെബിനാർ സീരീസിലൂടെ നമുക്ക് ഇത്തരം ഉത്കണ്ഠകളെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമ്മളിതിന് തയ്യാറാക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മുടെ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഈ വെബിനാർ സീരീസിന്റെ 2ാം ദിവസമായ ഇന്നത്തെ ടോക്കിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ടോക്ക് നടത്തിയത് അലി ഹുസൈൻ വാഫി ഒരുപാട്. അവർ കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള സീനിയർ റിസർച്ച് അസിസ്റ്റന്റ് ആണ് ജോലി ചെയ്യുന്നത് അദ്ദേഹം. ഈ വിഷയത്തിൽ പല വേദികളിൽ അദ്ദേഹം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ദിവസം തന്നെയാണ് ഇന്നത്തെ ഇതിലേക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ ഈ ടോക്കിലേക്ക് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇന്ന് അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട PKCTയുടെ ജില്ലാ നേതാവ് ഫൈറൂസ് സാറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഇതിലെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഫൈറൂസ് സാറെ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അദ്ദേഹം സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഫാക്കൽറ്റി ഓഫ് എഡ്യൂക്കേഷനിലെ സീനിയർ റിസർച്ച് ഫെലോ ആണ്. അദ്ദേഹം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാവി. അദ്ദേഹത്തിന് അത് ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തിയിൽ നമ്മളിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി അദ്ദേഹത്തെ, നമുക്ക് സമയത്തിന്റെ ഒരു പ്രധാന പ്രശ്നമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഈ പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് എൻ്റെ കോളേജിലെ പ്രിയങ്കരനായ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അബ്ദുൽ വാഹിദ് സാഹിബാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിന്റെ മോഡറേറ്റർഷിപ്പ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ. നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ ആരംഭിക്കുകയാണ്. ആമുഖമായി കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഇന്നലത്തെ ചർച്ച നമ്മളെല്ലാവരും കേട്ടതാണ്. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ അലി ഹുസൈൻ വാഫിയാണ് നമ്മോട് സംസാരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ പുതിയതായി നടപ്പാക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമമായ ഒരു ചർച്ച നമ്മൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ മാത്രവുമല്ല, ന്യൂനപക്ഷ ശാക്തീകരണ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ നാനോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിൽ അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി 1986 ശേഷം ആദ്യമായിട്ടാണ്
ഇപ്പോൾ ഇത്രയും വലിയ തോതിലുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസിയിലുള്ള ചേഞ്ച് വരുന്നത്. രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ തികച്ചും നിർണായകമായ ഈ ദശാസന്ധിയിൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവേണ്ടവരാണ് നമ്മൾ. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ചർച്ച ഇവിടെ നടക്കും എന്ന് പ്രതീക്ഷയുണ്ട്. നമ്മുടെ വിശിഷ്ടാതിഥിയായ അലി ഹുസൈൻ വാഫിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് CKCT മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈ സെമിനാറിൽ, ഈ വെബിനാറിൻ്റെ 2ാം ദിവസമായ ഇന്ന് ദേശീയ വിദ്യാഭ്യാസ നയവും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയും എന്ന വിഷയത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ആദ്യമായി അറിയിക്കുകയാണ്. എനിക്കറിയാം, ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ വളരെ പ്രമുഖരായിട്ടുള്ള കേരളത്തിലെയും മലബാറിൻ്റെയും വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരുപാട് പ്രൊഫസർമാരും വിവിധ കോളേജുകളിൽ നല്ല നിലയിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ ഭരണരംഗത്ത് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് എന്ന സൗണ്ട്. ആദ്യമായി ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുകയാണ്. ഫസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പോളിസിയാണ്, ഒരു വിദ്യാഭ്യാസ നയമാണ്. ഒരു പോളിസി എന്ന് പറയുമ്പോൾ ഒരു വിഷൻ ഡോക്യുമെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ അടുത്ത 10-20 വർഷം രാജ്യം എങ്ങനെ ചലിക്കണം എന്ന് സിദ്ധാന്തിക്കുന്ന ഫിലോസഫിക്കലായിട്ടുള്ള ചില ഡോക്യുമെന്റേഷനാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. അല്ലാതെ ഇതൊരു റൂളോ ഒരു ആക്റ്റോ അല്ല. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാകണമെങ്കിൽ പാർലമെന്റ് തുടങ്ങിയ ബന്ധപ്പെട്ട ബോഡികളുടെ സാങ്ഷൻ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തിയതിനു ശേഷം പ്രാബല്യത്തിൽ വരേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. അതേസമയം തന്നെ എക്സിക്യൂട്ടീവിന്റെ ഒരു തീരുമാനപ്രകാരം നടപ്പാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഈ 2 കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കണം നമ്മുടെ യോജിപ്പും വിയോജിപ്പും നിലപാടും ഏത് സംഘടനയായാലും മുന്നോട്ട് വെക്കേണ്ടത്. ഇത് ഞാൻ പറയാൻ കാരണം ഈയിടെ വന്നുകൊണ്ടിരിക്കുന്ന പല അനാലിസിസുകളും പല നിരീക്ഷണങ്ങളും ഈ ഒരു ബേസിക് എലമെന്റ്സിനെ മറന്നുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം സൂചിപ്പിക്കുന്നത്. വേറൊരു കാര്യം, ഈ പോളിസി നിഷ്പക്ഷമാണ് എന്ന് പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. സത്യത്തിൽ ഈ പോളിസിക്കും അതിൻ്റെതായ രീതിയിലുള്ള ഒരു പക്ഷമുണ്ട്. ആ പക്ഷം എന്ന് പറയുന്നത് ഈ പോളിസി മുന്നോട്ട് വെച്ച ആളുകളുമായി ബന്ധപ്പെട്ടതാണ്. പറഞ്ഞ കഥ, ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി താജ്മഹൽ കാണാൻ വന്നതിന് ശേഷം താജ്മഹലിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ എലിസബത്ത് രാജ്ഞി വിവരിച്ചത് അതിന്റെ മനോഹാരിതയെക്കുറിച്ച്, വാട്ട് എ വണ്ടർഫുൾ മോണിമെന്റ് ഈസ് എന്നുള്ള രീതിയിൽ. എന്ന് പറഞ്ഞാൽ ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും പ്രണയത്തെക്കുറിച്ചുള്ള ഒരുപാട് ശകലനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു പരിപ്രേക്ഷ്യമായി പറയുകയുണ്ടായി. അതൊരു കാഴ്ചപ്പാടാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം റഷ്യൻ തൊഴിലാളി വർഗ നേതാവായിട്ടുള്ള ക്രൂഷ്ചേവ് താജ്മഹൽ കാണാൻ വന്നപ്പോൾ അതിനുശേഷം എങ്ങനെയുണ്ട് താജ്മഹൽ എന്നതിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞത് 20,000 തൊഴിലാളികളെ 20 വർഷം ഷാജഹാൻ അടിമകളാക്കിയതിന്റെ ദുർഗന്ധം, അവരുടെ വിയർപ്പിന്റെ ഗന്ധം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിലാണ്. സൗണ്ട് കൂട്ടി പറയാം. മാക്സിമം സൗണ്ടിലാണ് പറയുന്നത്. ഹലോ, കേൾക്കണ്ടോ? മൈക്കൊന്ന് അടുത്ത് വിളിച്ചാൽ കേൾക്കാം. ഇപ്പൊ നല്ല സൗണ്ട് ഉണ്ട്. മൈക്കൊന്ന് അടുത്ത് വിളിച്ചാൽ മതിയോ? ഇപ്പൊ പറഞ്ഞൊക്കെ കേട്ടോ? ഓക്കെ കേൾക്കുന്നുണ്ട്. അപ്പോ ഷാജഹാനെ കുറിച്ച് അവർ പറഞ്ഞത് തൊഴിലാളി വർഗത്തിന് അധസ്ഥിതനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ധ്വംസിച്ച ഒരാൾ എന്നർത്ഥത്തിലാണ്. അപ്പൊ ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഒരേ താജ്മഹലിനെ കുറിച്ച് 2 വീക്ഷണമാണ് തൊഴിലാളി വർഗ നേതാവായിട്ടുള്ള ക്രൂഷ്ചേവും എലിസബത്ത് രാജ്ഞിയും മുന്നോട്ട് വെക്കുന്നത് എന്നത് പേഴ്സ്പെക്റ്റീവിന്റെ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം ഈ പോളിസി വിലയിരുത്തുന്നിടത്തും ഈ പോളിസിന്റെ ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്തത് മുതലുണ്ട്. ഇന്ത്യയിലെ നിയോ ലിബറൽ ശക്തികളും അതുപോലെ തന്നെ തൊഴിലാളി ശക്തികളും അധികാരവർഗ ശക്തികളും ബിസിനസ് ശക്തികളും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ ഈ ഒരു പോളിസിയെ
ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിശദീകരിക്കുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആ ഒരു പക്ഷം പോളിസിക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പോളിസി എന്ന് പറയുന്നത് സംശുദ്ധമായിട്ടുള്ള ഒരു രേഖയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മനസ്സിലാകും. മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് എടുക്കുകയാണ്. അതായത് ഒരു ടെക്സ്റ്റ് വ്യാഖ്യാനിക്കേണ്ടത് കേവലം അതിലടങ്ങിയ വാക്കുകളും ഫ്രേസുകളും മാത്രം ഉപയോഗിച്ചല്ല, മറിച്ച് അതിന്റെ കോണ്ടെക്സ്റ്റ് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 66 പേജുള്ള ഈ വിഷൻ ഡോക്യുമെന്റ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം വിശദീകരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അനലൈസ് ചെയ്യേണ്ടത് ഈ 66 പേജുകളിലും ഉള്ള നയത്തിലുള്ള വാക്കുകളുടെയും സെന്റൻസുകളുടെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സമകാലിക സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കൂടി മുഖവിലെടുത്തെടുത്തുകൊണ്ടായിരിക്കണം ഈ ഒരു പോളിസിയെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്, അല്ലെങ്കിൽ വിശകലനം ചെയ്യേണ്ടത്. ഈ ഒരു യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു പോളിസിയെ നോക്കിക്കാണേണ്ടത്. കാരണം ആരാണ് ഈ പോളിസി ഡോക്യുമെന്റ് ചെയ്തത്, ആരാണ് ഈ പോളിസി മുന്നോട്ട് വെച്ചത്, ഈ പോളിസിയുടെ പിന്നിലുള്ള ആളുകൾ ആരാണ്? ഇപ്പോൾ കേവലം ഈ ഞാനിവിടെ പറയുന്ന ഈ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിലുള്ള ആളുകൾ മാത്രമാണോ, അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥാപനങ്ങൾ മാത്രമാണോ? അല്ല, അതിന്റെ പിന്നിലും ഒരുപാട് ശക്തികൾ ഈ പോളിസിയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഈ പോളിസിയെ കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇപ്പോൾ ഞാൻ ഡ്രാഫ്റ്റ് പോളിസിയുടെ 466 പേജിൽ ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള MHRDയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ഷാക്കില ടി ഷംസു ഈ പോളിസി രൂപീകരിച്ച അതിൽ സംഭാവന നൽകിയ ആളുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നൽകുന്ന സെന്റൻസിലാണ് ഈ രണ്ട് സ്ഥാപനങ്ങൾ, ഒന്ന് രാഷ്ട്രീയ ശിക്ഷണ സമിതി ട്രസ്റ്റും വേദവിജ്ഞാന ശോധ സംസ്ഥാനം, ഇതൊക്കെയാണ് ഈ പോളിസി രൂപപ്പെട്ട ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സ്ഥാപനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പോളിസിയെ കുറിച്ച് രൂപം കൊണ്ടത് ഈ പറഞ്ഞ മഹാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരും ചിന്തകന്മാരും എഡ്യൂക്കേഷനിസ്റ്റുകളുമാണ്. അവരുടെ കൂടെ തന്നെ പ്രവർത്തിച്ചവരാണ് വേദവിജ്ഞാന ശോധ സംസ്ഥാനം. ഇതിന്റെ സൈറ്റിലേക്ക് കയറി ചെന്നാൽ, ഞാൻ ഇവിടെ സമയത്തിന്റെ പരിമിതിയോളം ഇത് ലിങ്ക് ചെയ്യുന്നില്ല, ഈ ഒരു സൈറ്റിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് അവരുടെ വിഷൻ എന്ന്. അതായത് അവരുടെ വിഷൻ എന്ന് പറഞ്ഞാൽ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ആധുനികമായിട്ടുള്ള ഒരു ഇന്ത്യയെ വാർത്തെടുക്കുക എന്നതാണ് ഈ ഒരു സംഘത്തിന്റെ, ഈ ഒരു സംസ്ഥാനത്തിന്റെ, ഈ ഒരു ഗുരുകുല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്ന്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ഗോൾവർക്കറുടെയും ഒക്കെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളാണ് ഈ രാജ്യത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കാൻ മുന്നോട്ട് വന്നത്, അല്ലെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് ഇതിന്റെ പിന്നിൽ അടങ്ങിയ ഒരുപാട് ആശയങ്ങൾ, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോഴും സംസ്കൃതമൊക്കെ എങ്ങനെ വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പോളിസി എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ ഈ പോളിസിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, വളരെ ജനാധിപത്യപരമായ രീതിയിൽ ഉണ്ടായ ഒരു പോളിസിയാണ് ഇത് എന്ന്. അൺപ്രസിഡന്റഡ് കൺസൾട്ടേഷൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ ഒരു പോളിസിയും ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിട്ടില്ല. ഒരുപാട് ലക്ഷക്കണക്കിന് 2 ലക്ഷം നിർദ്ദേശങ്ങൾ, 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും 6600 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നുമൊക്കെ ഇന്ത്യയിലെ 676 ജില്ലകളിൽ നിന്നുമൊക്കെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു കൊണ്ടാണ് ഈ പോളിസി മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഹൗ ദേ വാലിഡേറ്റഡ് ദീസ് സജഷൻസ്? ഇറ്റ് ഈസ് എ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ 2.5 ലക്ഷം നിർദ്ദേശങ്ങൾ, സജഷൻസ് എങ്ങനെയാണ് ഡോക്യുമെന്റ് ചെയ്തത്, വാലിഡേറ്റ് ചെയ്തത്? എന്ത് മെക്കാനിസമാണ് ഉപയോഗിച്ചത്? എന്ത് മെത്തേഡാണ് ഈ പോളിസി ഡോക്യുമെന്റ്, വിഷൻ ഡോക്യുമെന്റ് അഡോപ്റ്റ് ചെയ്തത് എന്ന് MHRDയുടെ വെബ്സൈറ്റിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പോളിസി നിഷ്പക്ഷമാണ് എന്ന് പറയുമ്പോഴും പോളിസിയുടെ പിന്നിൽ, അല്ലെങ്കിൽ പോളിസിക്ക് പിന്നിൽ ഒരു പക്ഷമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് എടുക്കുകയാണ്. ഈ പോളിസിയെ നമ്മൾ വിലയിരുത്തേണ്ടത് ഇതിലെ വാക്കുകളെ കൊണ്ടോ ഇതിൽ അടങ്ങിയ മനോഹരമായിട്ടുള്ള സ്ട്രക്ചർ, സെന്റൻസ് സ്ട്രക്ചർ കൊണ്ടോ അല്ല. അങ്ങനെ പല അനാലിസിസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശശി തരൂരിന് പോലും ഇതിൽ കാവ്യവൽക്കരണമില്ല എന്ന രീതിയിൽ പറയേണ്ടി വന്നത്.
അപ്പൊ ആ രീതിയിലാണ് ആവരുത് നമ്മൾ അനാലിസിസ്. കൃത്യമായിട്ടുള്ള ഇന്ത്യയും കൂടി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നമ്മുടെ അനാലിസിസ് എന്ന് ഞാൻ ഇനിയുള്ള പഠനങ്ങൾക്ക് ഒരു ആമുഖം ആയിട്ട് പറയുകയാണ്. പിന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോളിസിയുടെ യാത്ര. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പോളിസി ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ചത് ഒരുപാട് കാര്യങ്ങൾ പുത്തൻ ആശയങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ പുത്തൻ ആശയങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് ആശയങ്ങൾ പുത്തനല്ല. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായ ഒരുപാട് ദേശീയ വിദ്യാഭ്യാസ നയങ്ങളും സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണെങ്കിലും കോത്താരി കമ്മീഷൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട്, പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അങ്ങനെ ഒരുപാട് ആക്ടുകളിൽ നിന്ന് ഉൾക്കൊണ്ട ഈ ഒരു പോളിസി മുന്നോട്ട് വെച്ചത്, മുൻ പോളിസികളിൽ മുന്നോട്ട് വെച്ച ആശയങ്ങൾ തന്നെയാണ് ഈ പോളിസിയിലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോളിസി പുതുപുത്തൻ പോളിസിയാണ് എന്ന് പറയുന്നതിലും നല്ലത് ഇതിലുള്ള ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ പഴയ പോളിസിയിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇതാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരിട്ട് നമ്മുടെ വിഷയം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. ഉന്നത വിദ്യാഭ്യാസവും ഈ പോളിസിയും തമ്മിലുള്ള ബന്ധം, ഇത് ഭാവിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്ക്രീന് കാണുന്നുണ്ടോ? ഹലോ? ഇല്ല സർ, സ്ക്രീൻ ഇപ്പൊ കാണില്ല. സ്ക്രീന് കാണുന്നില്ല. എന്താ പറ്റിയ? ഒരു തവണ കൂടി ഷെയർ ചെയ്യണം. മറ്റേ ഷെയർ ചെയ്താൽ മതി. പ്രയാസമല്ല, സ്ക്രീൻ നിർബന്ധം അല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ കാണണമെങ്കിൽ ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല സർ. പ്രസന്റ് നൗ അമർത്തണം. പ്രസന്റ് നൗ ബട്ടൺ അമർത്തൂ. കാണുന്നുണ്ടോ? ഇല്ല സാർ, ഇല്ല സാർ. ആ പ്രസന്റ് സ്ക്രീൻ ബട്ടൺ പ്രസ് ചെയ്തു സാർ. ഇരുന്നുണ്ടോ? വന്നു സാർ. ഓക്കെ സാർ, അതൊരു പ്രസന്റേഷൻ മോഡിലേക്ക് മാറ്റി. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആ പ്രസന്റേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഓക്കെ, ഫൈൻ. അബ്സല്യൂട്ട്ലി ക്ലിയർ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത്, ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഉണ്ടാകുന്ന ചലഞ്ചസുകളെ കുറിച്ച് ഈ പോളിസി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരുപാട് ചലഞ്ചസുകളെ മുന്നോട്ട് വെച്ചിട്ട് ആ ചലഞ്ചസുകളുടെ അടിസ്ഥാനത്തിൽ ആ ചലഞ്ചസുകളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഈ പോളിസി മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പോളിസി സിദ്ധാന്തിക്കുന്നത്. അങ്ങനെ 100% അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് ഈ പോളിസി മുന്നോട്ട് വെക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ ഫ്രാഗ്മെന്റഡ് ആയിട്ട് വിഘടിച്ച് നിൽക്കുന്ന ഒരു ഫ്രാഗ്മെന്റേഷൻ അവസ്ഥയിലാണ് എന്നാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഈ പോളിസി കണ്ടെത്തുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നം പറയുന്നത് റിജിഡ് കരിക്കുലം ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സയൻസ്, ആർട്സ്, കൊമേഴ്സ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ ക്രമം, സ്ട്രീംസ് ഓഫ് എഡ്യൂക്കേഷൻ, അതിൽ റിജിഡിറ്റി ഉണ്ട്, കരിക്കുലേറ്റൽ റിജിഡിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ രണ്ടാമത്തെ ഒരു വെല്ലുവിളിയായിട്ട് പറയുന്നത്. പിന്നെ വേറെ വളരെ കൗതുകരമായിട്ട് തോന്നുന്ന ഒരു കാര്യം, ലാക്ക് ഓഫ് ഡിസൈഡ് ലേണിംഗ് ഔട്ട്കം ആൻഡ് കോഗ്നിറ്റീവ് സ്കിൽസ്. കോഗ്നിറ്റീവ് സ്കിൽസിന്റെ അഭാവം നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിൽ ഈ ഒരു പോളിസി പറയുന്നുണ്ട്. അതെങ്ങനെയെന്ന് പലപ്പോഴും നമുക്ക് ഒരു പ്രശ്നമായി തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പഠനം നടത്തിയ കമ്മീഷനുകളൊക്കെ പറയുന്നത് കോഗ്നിറ്റീവ് സ്കിൽസിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്, മറിച്ച് മറ്റ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള നോളജിന് കുറവും
കൊഗ്നിറ്റീവ് സ്കിൽസിന് ആധിപത്യമുണ്ട് എന്നാണ് പല പഠനങ്ങളും പറയുക. പക്ഷെ ഇത് പറയുന്നത് കൊഗ്നിറ്റീവ് സ്കിൽസിന്റെ ആധിപത്യമാണുള്ളത്, അതിന് പരിഹാരം വേണം എന്ന രീതിയിൽ ഈ പോളിസി മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ വേറെ ലാക്ക് ഓഫ് ഇന്നോവേഷൻ കൾച്ചർ, അതുപോലെ തന്നെ ടീച്ചർ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പോളിസി മുന്നോട്ട് വെക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ആയിട്ടുള്ള, വിഘടിച്ച് നിൽക്കുന്ന സയൻസും കൊമേഴ്സും ആർട്സും ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയെ ഒരു ഏകീകരിച്ചുകൊണ്ട് വളരെ ലിബറൽ ആയിട്ടുള്ള, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോളിസി വേണം എന്നാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന GER എന്ന് പറഞ്ഞാൽ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് 100 പേരിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പഠിക്കാൻ യോഗ്യരായ ആളുകൾ ഉണ്ടെങ്കിൽ 2018 കണക്കനുസരിച്ച് 26% മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്നത്. അതാണ് GER എന്നതിന്റെ അർത്ഥം. യോഗ്യരായ 100 പേരുണ്ട്, പക്ഷെ പഠിക്കാൻ വരുന്നത് 26% പേര്. ഇത് 2035 കൂടിയിട്ട് 50% ആക്കണം എന്നാണ് ഈ പോളിസി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3.5 കോടി പുതിയ സീറ്റുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കൊണ്ടുവരും എന്ന് ഈ പോളിസി പറയുന്നു. ഇതൊക്കെ വളരെ നല്ല നിർദ്ദേശങ്ങളാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയേണ്ടത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കരിക്കുലമാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കരിക്കുലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി വരാൻ പോകുന്ന കരിക്കുലം എന്ന് പറയുന്നത് ആർട്സും സയൻസും ഒക്കെ വ്യത്യസ്തമായ ഫീൽഡാണ്. കുറെ ആളുകൾ ആർട്സ് പഠിക്കുന്നു, കുറെ ആൾക്കാർ കൊമേഴ്സ് പഠിക്കുന്നു, കുറെ ആൾ സയൻസ് പഠിക്കുന്നു. അങ്ങനെ ഓരോന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീൽഡുകളാണ്. ഇനി അങ്ങനെ ഉണ്ടാകേണ്ടതില്ല, മറിച്ച് എല്ലാം ഒന്നിച്ചുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് ഇതിൽ പറയുന്നത്. പക്ഷെ ഇതിനൊക്കെ മാതൃകയായിട്ട് അവർ പറയുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റവുമായിട്ടാണ്. സത്യത്തിൽ ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യ, തക്ഷശില, നളന്ദ തുടങ്ങിയ വിദ്യാരീതികളുടെ പുനഃക്രമമാണ് എന്നാണ് പോളിസി പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, മറിച്ച് 1960-കൾക്ക് ശേഷം അമേരിക്കയിൽ ഉണ്ടായ വിദ്യാഭ്യാസ ക്രമത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണിത്. നമ്മൾ വിദ്യാഭ്യാസ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് 1835 മെക്കാളെ മിനിറ്റ്സ് ആണ് ആധുനിക ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയൊരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതിൽ മെക്കാളെ പറഞ്ഞത് ഈ വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഈ ലക്ഷ്യത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മജ്ജയിലും മാംസത്തിലും ഇന്ത്യക്കാരായ കൾച്ചർ കൊണ്ട് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരു വിഭാഗത്തെ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കലായിരുന്നു ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ആ ഒരു ബ്രിട്ടീഷ് ലെഗസി നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഈ പോളിസി മുന്നോട്ട് വെക്കുന്നത് ശരിക്കും ഈ പോളിസി വാക്കുകൊണ്ട് പറയുന്നത് ആ ബ്രിട്ടീഷ് കൾച്ചറിൽ നിന്ന് മാറിയിട്ട് മഹത്തായ ഇന്ത്യൻ ട്രഡീഷനിലേക്കുള്ള തിരിച്ചുപോക്കും ആധുനികതയുടെ സംയോജനവും ആണ് എന്നാണ് പോളിസി വാക്കുകളിൽ കാണുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലെ ലിബറൽ ആർട്സിന്റെ ആ ഒരു രീതി ഇന്ത്യയിലേക്ക് പറിച്ചു നടുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ടായ ഡ്രാഫ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി 486 പേജുള്ള അതിൽ പലപ്പോഴും ലിബറൽ ആർട്സ് എന്ന വാക്കുണ്ടായിരുന്നു. ഈ ലിബറൽ ആർട്സ് എന്നത് പുതിയ മെയിൻ പോളിസി അല്ലെങ്കിൽ ഫൈനൽ പോളിസി ഡോക്യുമെന്റ് വന്നതോട് കൂടിയിട്ട് ഹോളിസ്റ്റിക് എന്ന വാക്കിലേക്ക് മാറ്റി. ലിബറൽ ആർട്സ് എന്ന അമേരിക്കൻ നയത്തിൽ നിന്ന് മാറിയിട്ട് അതേ സംഭവം തന്നെ വാക്ക് മാറ്റി ഹോളിസ്റ്റിക് എന്നാക്കിയിട്ട് റെഫറൻസ് എന്ത് കൊടുത്തു? പുരാതന ഇന്ത്യയിലെ നളന്ദ, തക്ഷശില പോലെയുള്ള വിദ്യാഭ്യാസ ക്രമങ്ങളുമായിട്ട് കൊടുത്തു. കാരണം അതിനുശേഷം പറയുന്ന എല്ലാ കാര്യങ്ങളും 1960 ശേഷം അമേരിക്കയിൽ എന്താണോ ഉണ്ടായത് സെയിം സാധനം തന്നെയാണ്. കരിക്കുലത്തിന്റെ സ്ട്രക്ചർ ആണെങ്കിലും, വിദ്യാഭ്യാസ കെട്ടിടങ്ങളുടെ സ്ട്രക്ചർ ആണെങ്കിലും, വിദ്യാഭ്യാസ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ആണെങ്കിലും, അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോ പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും എന്ന ഒരു നയത്തിന്റെ തുടർച്ച ഇതിലും കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇതുമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ഇനി UG വിദ്യാഭ്യാസ രംഗത്തേക്ക് നടന്നു വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇനി
UG വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 12ാം ക്ലാസ് വരെ മൗലികമായിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ മൗലികമായിട്ടുള്ള എഡ്യൂക്കേഷൻ അവസ്ഥയാണ്, അല്ലെങ്കിൽ കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് 12ാം ക്ലാസ് വരെ, +2 വരെ. +2 പേര് ഹയർ സെക്കൻഡറി എന്ന പേരൊക്കെ മാറ്റിയിട്ട് ഹൈസ്കൂൾ സ്റ്റേജ് എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. അതൊരു വേറെ സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി നമ്മുടെ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒരു കുട്ടി കടന്നു വരുമ്പോൾ +2 ശേഷം 12ാം ക്ലാസ്സിന് ശേഷം ഒരു ടെസ്റ്റ്, ദേശീയ തല എൻട്രൻസ് ഉണ്ടാവും. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു ടെസ്റ്റ് പാസ്സായ വിദ്യാർത്ഥികൾക്കായിരിക്കും ഇനി മുതൽ കോളേജുകൾ പഠിക്കാൻ അവസരമുണ്ടാകുക. ഈ കോളേജുകൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള കോളേജുകൾക്ക് പകരം ഒരേ രീതിയിലുള്ള മൾട്ടി ഡിസിപ്ലിനറി കോളേജുകളായിരിക്കും ഇനി ഉണ്ടാകുക. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ആർട്സ്, സയൻസ്, കൊമേഴ്സ് തുടങ്ങിയ വർഗീകരണങ്ങൾക്കപ്പുറത്ത് ഒറ്റ സ്ട്രീം ബാച്ചിലർ ഓഫ് ലിബറൽ എന്ന രീതിയിലായിരിക്കും ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഫറൂഖ് കോളേജ് ആണെങ്കിലും MES മമ്പാട് ആണെങ്കിലും വേറെ മലബാർ ക്രിസ്ത്യൻ കോളേജിലാണെങ്കിലും BA, BSc, BCom അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇനി വരാൻ പോകുന്നത് ബാച്ചിലർ ഓഫ് ലിബറൽ എന്ന ഒറ്റ കോഴ്സ്. ആ കോഴ്സ്, ആ പേര് അങ്ങനെ ആയിരിക്കും. അതിൽ തന്നെ 2 വർഷം ഉണ്ടാവും. ഒന്ന് മൈനർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും, മേജർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും. മേജർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് സയൻസിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് മേജർ ആയിട്ടുള്ള സയൻസ് വിഷയങ്ങൾ മേജർ ആക്കാം. അതിന്റെ കൂടെ മൈനർ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ പഠിക്കാം. അത് അറബി പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം, അല്ലെങ്കിൽ ഭാഷകൾ പഠിക്കാം, സാഹിത്യം പഠിക്കാം, കൃഷി പഠിക്കാം, എഞ്ചിനീയറിംഗ് പഠിക്കാം, അങ്ങനെ എന്തും പഠിക്കാം. അതിനൊക്കെ റൂൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ലിബറൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് വരാൻ പോകുന്ന വിദ്യാഭ്യാസ ക്രമം. അപ്പൊ 4 വർഷത്തെ ഒരു വിദ്യാക്രമമാണ് 12ാം ക്ലാസ്സിന് ശേഷം വരാൻ പോകുന്നത്. അതിൽ 1 വർഷം കോഴ്സ് കഴിഞ്ഞ് നിർത്തുന്ന ആളുകൾക്ക് 1 വർഷത്തെ സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം കഴിഞ്ഞാണെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഡിപ്ലോമ കിട്ടും. 3 വർഷം കഴിഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതാണ് പോളിസി മുന്നോട്ട് വെക്കുന്ന ഒരു ഘടന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4 വർഷം പൂർത്തിയാക്കിയാൽ ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഹോണേഴ്സ് ബിരുദം കിട്ടും. ഈ ഒരു രീതിയിലാണ് പോളിസി മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ മുന്നോട്ട് വെക്കുന്നതിനുകൊണ്ട് ഒരുപാട് മികച്ച നേട്ടങ്ങൾ ഇന്ത്യയിലെ യുവാക്കൾക്കുണ്ട് എന്ന രീതിയിലാണ് ഈ പോളിസി മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഇതിനൊരു അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു വിദ്യാക്രമം പറിച്ചു നട്ടതാണ്. അമേരിക്കയിലെ സിസ്റ്റം ഞാൻ മനസ്സിലാക്കിയത്, അമേരിക്കയിൽ 4 വർഷത്തെ വിദ്യാഭ്യാസം +2 ശേഷം എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 4 വർഷത്തെ വിദ്യാഭ്യാസം ഒരാൾ നേടിയാൽ ഒരുപാട് അവൻ ജീവിക്കാൻ അനിവാര്യമായിട്ടുള്ള എല്ലാ സ്കില്ലുകളും അതോടുകൂടി കിട്ടും. പിന്നെ പഠിക്കുന്നവർ ഉന്നതമായ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഗവേഷണ സ്വഭാവത്തിലുള്ള ആളുകൾ മാത്രമേ ഉയർന്ന പഠനങ്ങൾക്ക് അമേരിക്കയിൽ പോകാറുള്ളൂ. അപ്പൊ 4 വർഷത്തെ പഠനത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സ്കില്ല് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ക്രമമാണ് ഹാർഡ്വാർഡ് ആണെങ്കിലും, ഹാർഡ്വാർഡ് അല്ല, അങ്ങനത്തെ ഒരുപാട് പിന്നെ കോളേജുകളൊക്കെ, ലിബറൽ ആർട്സ് കോളേജുകളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു നയം തന്നെയാണ് ഇന്ത്യയിലും മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു നയം മുന്നോട്ട് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, പുതിയ ലോക സാഹചര്യത്തിൽ സർക്കാരിന് എല്ലാ ആളുകൾക്കും തൊഴിൽ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നിലധികം സ്കില്ലുകളിൽ മനുഷ്യരെ അല്ലെങ്കിൽ പൗരന്മാരെ പ്രാപ്തരാക്കുക. അപ്പൊ ഒരു സർക്കാർ പറയും, നിങ്ങൾക്ക് ഈ തൊഴിലില്ലെങ്കിൽ അടുത്ത തൊഴിൽ ചെയ്യാം. അപ്പൊ ഒരു കണക്ക് സൂചിപ്പിക്കുന്നത് 2020 വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളിൽ 65% കുട്ടികൾക്കും ഇപ്പോ ഇല്ലാത്ത ജോലിയായിരിക്കും ചെയ്യേണ്ടി വരിക എന്നൊരു UN കണക്കുണ്ട്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ പിന്നെ പുതിയ തൊഴിലുകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, ഉള്ള തൊഴിലുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു കുട്ടി പഠിക്കുന്ന ഒരു തൊഴിൽ മാത്രം വെച്ച് അവൻ ജീവിതത്തിലേക്ക് ഇറങ്ങിയാൽ അവന് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് 1, 2, 3, 4 സ്കില്ല് അവന് നേടേണ്ടതുണ്ട് എന്ന ഒരു ബേസിക് അസംഷനിൽ നിന്നാണ് ഈ ഒരു സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ ക്രമം ഈ സർക്കാരുകൾ രൂപപ്പെടുത്തുന്നതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തുള്ള ഏകദേശം ആധുനിക ഒരുപാട് രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ നയത്തിൽ ഈ നിയോ ലിബറൽ സമീപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. പിന്നെ സ്ട്രക്ചറൽ ചേഞ്ചിലേക്ക് വരികയാണെങ്കിൽ 2 വർഷത്തെ, ഞാൻ നേരത്തെ ഡിഗ്രിയുടെ കാര്യം പറഞ്ഞു, ഇനി വേണമെങ്കിൽ PGയുടെ കാര്യവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 വർഷത്തെ PG ഉണ്ട്. 2 വർഷത്തെ PG 3 വർഷം കൊണ്ട് UG പൂർത്തിയാക്കിയവർക്ക് 2 വർഷത്തെ PG. ഇനി 4 വർഷത്തെ PG പൂർത്തിയാക്കിയവരാണെങ്കിൽ അവർക്ക് 1 വർഷം കൊണ്ട് PG എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളൊരു വളരെ ലിബറൽ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് വരാൻ പോകുന്നത്. ഇനി വേണമെങ്കിൽ +2 കഴിഞ്ഞിട്ട് നേരെ 5 വർഷത്തെ
ഡിഗ്രിയും PGയും ഉൾക്കൊള്ളുന്ന ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്ന അടുത്ത വർഷം തന്നെ ഈ 2020 ഡിസംബറിൽ ഉണ്ടാകുമെന്നാണ് പറയാൻ പോകുന്നത്. ഈ പോളിസിയിൽ ഏറ്റവും നടപ്പാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. ഇത് വളരെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ABC എന്ന് പറഞ്ഞാൽ ഇനി +2 കഴിഞ്ഞ് പഠിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന എല്ലാവർക്കും നമുക്കിപ്പോ ATM കാർഡ് പോലെ പാൻ കാർഡ് പോലെ ഒരു വിദ്യാഭ്യാസ രംഗത്ത് ഒരു കാർഡ് ഉണ്ടാവും. അതായിരിക്കും ABC. അത് ഡിജിറ്റലി ആയിട്ടുള്ള സ്റ്റോറിംഗ് ആയിട്ടുള്ള അക്കാഡമിക് ക്രെഡിറ്റുകൾ ഒരു കുട്ടി നേടിക്കൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസത്തിൽ നേടിക്കൊണ്ടിരിക്കുന്ന ക്രെഡിറ്റുകളുടെ ഒരു ഡെപ്പോസിറ്റ് ആണ് ഇത്. ഉദാഹരണത്തിന് ഒരു ഡിഗ്രി പഠിക്കാൻ, ഒരു PG പഠിക്കാൻ 72 ക്രെഡിറ്റ് വേണം, അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കാൻ 144 ക്രെഡിറ്റ് വേണം. ഇങ്ങനെ ക്രെഡിറ്റ് ഒരു കുട്ടി ഒരു 40 ക്രെഡിറ്റ് പഠിച്ച് നിർത്തിപ്പോയാൽ ആ ക്രെഡിറ്റ് അവന്റെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ബാക്കി പഠിച്ചാൽ മതി. അതുകൊണ്ടാണ് 1ാം വർഷവും 2ാം വർഷവും 3ാം വർഷവും ഒക്കെ എന്ത് ചെയ്യുക, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകാം. ആ നിർത്തിപ്പോയതിന്റെ ബാക്കി പിന്നീട് പഠിച്ചാൽ മതി എന്നൊരു സവിശേഷതയാണ് ഈ ഒരു അക്കാഡമിക് ക്രെഡിറ്റ് അല്ലെങ്കിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ABC എന്ന ഈ ഒരു പുതിയ ആശയം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. മറ്റ് വിദേശ സർവകലാശാലകളും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതിന് സമാനമായിട്ടുള്ള രീതികളുണ്ട്. ഇത് സാധ്യമാകുന്നത് ഈ നമ്മുടെ നാട്ടിലുള്ള കോളേജുകളും മറ്റു കോളേജുകളും തമ്മിൽ ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും. ഇപ്പൊ ഫറൂഖ് കോളേജ് ആണെങ്കിലും മലബാർ ക്രിസ്ത്യൻ കോളേജ് ആണെങ്കിലും അല്ലെ വേറെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇങ്ങനെ എല്ലാ കോളേജുകളും തമ്മിൽ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി AIU അതുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില MOUകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ക്രെഡിറ്റ് സിസ്റ്റം മുന്നോട്ട് പോകുക. ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രീതികളൊക്കെ മാറിയിട്ട് സ്ട്രക്ചറൽപരമായിട്ടും കരിക്കുലത്തിലും ഈ ഉള്ളടക്കത്തിലുമൊക്കെ മാറ്റം ഉണ്ടായത് കൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. മൾട്ടി ഡിസിപ്ലിനറി, അതുകൊണ്ട് തന്നെ മേരൂസ് എല്ലാ ജില്ലയിലും ഓരോ മേരു ഉണ്ടാകുമെന്ന്. മേരു എന്ന് പറഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്. എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികൾ, അതാണ് മേരു. നമ്മുടെ IIT പോലെ IIM പോലെ എല്ലാ ജില്ലകളിലും ഒരു മൾട്ടി ഡിസിപ്ലിനറി മാതൃകക്ക് മുന്നോട്ട് കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ ക്രമം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ NRF കുറിച്ച് ഞാൻ പറയുന്നില്ല, ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് പറയാം. ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതിൽ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ കോളേജുകളുടെ പേര്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി കോളേജുകൾ ആർട്സ് കോളേജ്, മീൻസ് ആൻഡ് ആർട്സ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഗ്രികൾച്ചർ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, മാനേജ്മെന്റ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഘടനയുള്ള കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ കോളേജുകളുടെ ഒക്കെ പേര് മാറ്റിയിട്ട് മൾട്ടി ഡിസിപ്ലിനറി കോളേജ് എന്ന പേരിലായിരിക്കും ഇനി കോളേജുകൾ വരാൻ പോകുക. അപ്പോൾ നിലവിലുള്ള ഫാർമസി കോളേജ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒറ്റ മാതൃകയിലുള്ള ഒരു സ്പെഷ്യലൈസേഷന് ഇപ്പോഴുണ്ടായ ഏർലി സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കാലഘട്ടത്തിൽ കുട്ടികൾ വ്യത്യസ്ത സ്ട്രീമിലേക്ക് തിരിഞ്ഞു പോകുന്ന രീതി ഒഴിവാക്കിയിട്ട് 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ പഠിച്ചതിന്റെ വേറൊരു രൂപം തന്നെ, സ്കൂളിന്റെ തന്നെ വേറൊരു പരിച്ഛേദം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാകും എന്നതാണ് ഇതിന്റെ വേറൊരു ഫലം. അതാണ് മൾട്ടി ഡിസിപ്ലിനറി കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ BA BSc BCom എന്നതൊക്കെ മാറിയിട്ട് BLA എന്ന് പറയും. ഉദാഹരണത്തിന് ഒരാൾ എന്താ പഠിക്കണമെന്ന് വെച്ചാൽ BLA. അപ്പൊ BLA മൈനർ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. മേജർ ആയിട്ട് സയൻസ്, അല്ലെ മേജർ ആയിട്ട് ഫിസിക്സ്, മേജർ ആയിട്ട് ഹിസ്റ്ററി, അങ്ങനെ ഏതാണോ ഓരോരോ കോളേജും ഓഫർ ചെയ്യുന്നത് ആ ഒരു മേജറിന്റെ കൂടെ തന്നെ മൈനർ ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ പഠിക്കുന്ന വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് എന്നതാണ് വരാൻ പോകുന്നത്. ഇനി ഘടനാപരമായിട്ടുള്ള ഒരു മാറ്റം, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിലവിലെ ഇന്ത്യയുടെ സിസ്റ്റം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പോഴുള്ളത് NEP പറയുന്നത് 45,000 കോളേജുകളും 800 യൂണിവേഴ്സിറ്റികളുമാണുള്ളത്. ഒന്നുകൂടി പറയാം, 45,000 കോളേജുകളും 800 യൂണിവേഴ്സിറ്റികളും. ഇതിനെ ക്ലബ്ബ് ചെയ്തുകൊണ്ട്, ഇതിനെ മെർജ് ചെയ്തുകൊണ്ട് 15,000 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റും എന്നാണ് ഈ പോളിസി പറയുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോൾ സമകാലിക ഇന്ത്യയിലെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ 800 യൂണിവേഴ്സിറ്റിയും 45,000 കോളേജുകളും 15,000 വലിയ യൂണിവേഴ്സിറ്റികളെ പോലെയുള്ള മൾട്ടി ഡിസിപ്ലിനറി സ്ഥാപനങ്ങളാക്കി മാറ്റും. ഇത് എന്ന് പറഞ്ഞാൽ എല്ലാമുള്ള സയൻസും സാഹിത്യവും എഞ്ചിനീയറിംഗും ഫാർമസിയും അങ്ങനെ എല്ലാ ഫീൽഡുമുള്ള ഉന്നത 15,000 കോളേജുകളാക്കി മാറ്റും. പക്ഷെ ഇപ്പൊ സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്
ഇന്ത്യയിലെ 40% കോളേജുകളും ഒരു ഫാക്കൽറ്റി മാത്രമാണുള്ളത്. 40 കോളേജല്ല, 40%. ഇന്ത്യയിലെ 45,000 കോളേജുകളിൽ 40% കോളേജുകളിലും ഒരു ഫാക്കൽറ്റി മാത്രമാണുള്ളത്. എന്ന് പറഞ്ഞാൽ BA സയൻസ് മാത്രമേ, BA ആർട്സ് ഉള്ളിടത്ത് ആർട്സ് മാത്രം, സയൻസ് ഉള്ളിടത്ത് സയൻസ് മാത്രം, ഫാർമസി ഉള്ളിടത്ത് ഫാർമസി മാത്രം, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ആക്കാം. ഇങ്ങനെ ഒന്ന് മാത്രമുള്ള ഒരു ഫാക്കൽറ്റി മാത്രമുള്ള കോളേജുകളാണ് 40% കോളേജ്. 20% കോളേജുകളിലും 100 കുട്ടികളിൽ താഴെ മാത്രമാണുള്ളത്. അതാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ 4% കോളേജുകൾ മാത്രമാണ് 3000-ലധികം കുട്ടികളുള്ള കോളേജ്. ഈ ഒരു സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ പോളിസി പറയുന്നത് അടുത്ത 5-10-15 വർഷത്തിന്റെ ഉള്ളിൽ എന്താക്കും, ഈ ഒരു പുതിയ സ്ട്രക്ചറിലേക്ക് മാറ്റും എന്ന് പറയുന്നത്. അതൊക്കെ എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്നത് ചോദ്യചിഹ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പോളിസി മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്ന സജഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ വലിയ കോളേജുകൾ ആവാൻ കഴിയാത്ത കോളേജുകൾക്ക് എന്ന് പറഞ്ഞാൽ 30,000 കുട്ടികളുള്ള വലിയ എല്ലാ വിഷയങ്ങളും ഓഫർ ചെയ്യുന്ന കോളേജ് ആക്കാൻ പറ്റിയ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയാത്ത കോളേജുകൾക്ക് കോളേജ് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കാം. കോളേജ് ക്ലസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള കോളേജുകൾ എന്താകുക, കൂടിച്ചേർന്നുകൊണ്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഉള്ള രീതിയിൽ വിഭവങ്ങൾ ഷെയർ ചെയ്യുക. ഇതൊക്കെ അമേരിക്കയിലൊക്കെ നടക്കുന്നുണ്ട്. അമേരിക്കയിൽ 2000 ഉദാഹരണത്തിന് 3000 കട്ട് ഓഫ് ആയതുകൊണ്ട് ഒരു കോളേജിൽ 1500, വേറൊരു കോളേജിൽ 500, വേറൊരു കോളേജിൽ 1000 ആയാൽ ഈ 3 കോളേജും ചേർന്നുകൊണ്ട് അപ്പം ടോട്ടൽ സ്ട്രെങ്ത് 3000 ആകും. ആ 3 കോളേജും ചേർന്നുകൊണ്ട് ഒരു കോളേജ് ക്ലസ്റ്റർ ആക്കി മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റിയിട്ട് ഈ മൾട്ടി ഡിസിപ്ലിനറി മോഡിൽ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. അമേരിക്കയിലൊക്കെ നടക്കുന്ന കാര്യമാണ്. അത് ഇന്ത്യയിൽ നടക്കണമെന്നാണ് പറയുന്നത്. പ്രായോഗികമായിട്ട് എങ്ങനെ നടക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു SNDP കോളേജ് ഉണ്ട്, NSS കോളേജ് ഉണ്ട്, MES കോളേജ് ഉണ്ട്. ഒരു ചെറുകിട അല്ലെങ്കിൽ ഒരു 500-1000 ഒക്കെ പഠിക്കുന്ന കുട്ടികളുള്ള ഈ 3 കോളേജുകളും ഒന്നിച്ചുകൊണ്ട് NSS കോളേജും SNDP കോളേജും MES കോളേജും മേർജ് ചെയ്തുകൊണ്ട് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒറ്റ കോളേജ്, ഒരു ഓട്ടോണമസ് കോളേജ് അല്ലെങ്കിൽ കോളേജ് ക്ലസ്റ്റർ ആയി തീരണം എന്നാണ് പോളിസി മുന്നോട്ട് വെക്കുന്നത്, പറയുന്നത്. അത് എത്രത്തോളം നടക്കും, സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യമായി കൂട്ടി വായിക്കുമ്പോൾ എത്രത്തോളം നടക്കും എന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പോയിന്റാണ്. പിന്നെ വേറൊന്ന്, ഇത് പറയുന്നത് ഇന്റർനാഷണലൈസേഷൻ ആണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റികളുടെ ആഗമനം ഇന്ത്യയിലേക്ക് ഉണ്ടാകും. ലോകത്തെ പ്രശസ്തമായിട്ടുള്ള ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള 100 യൂണിവേഴ്സിറ്റികളിൽപ്പെട്ട യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ നേരിട്ട് പ്രവർത്തിക്കാൻ അനുമതി നൽകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വരാൻ അനുമതി ഉണ്ട്. ഇന്ത്യയിൽ ഒരു വിദേശ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം. നേരിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി മുതൽ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി ബില്ല് വരുന്നതോട് കൂടിയിട്ട് നേരിട്ട് യൂണിവേഴ്സിറ്റികൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമാണ്. കാരണം ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ അതിന് സ്വാഭാവികമായിട്ടും ഒരു നിയമം അല്ലെങ്കിൽ ഒരു പാർലമെന്റിന്റെ നിയമം നടപ്പാക്കിയതിനു ശേഷം മാത്രമേ എന്താക്കാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് വേറൊരു ഗുണവുമുണ്ട്. ഇന്ത്യയിലെ സർവകലാശാലകൾക്കും ഇന്ത്യയിലെ കോളേജുകൾക്കും വിദേശങ്ങളിലും യൂണിവേഴ്സിറ്റികളുമായിട്ട് ടൈപ്പ് ആവാതെ തന്നെ സ്വന്തമായിട്ട് ക്യാമ്പസ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് കോഴിക്കോട് ഫറൂഖ് കോളേജ് ആണെങ്കിൽ, അല്ലെ MES കോളേജ് ആണെങ്കിലും, മലബാർ ക്രിസ്ത്യൻ കോളേജ് ആണെങ്കിലും, ഇവർക്കൊക്കെ വേണമെങ്കിൽ നേരിട്ട് ഫറൂഖ് കോളേജിന്റെ ഒരു സെന്റർ ഗൾഫ് നാടുകളിലോ മറ്റോ തുടങ്ങാൻ പറ്റും എന്നതാണ് ഇതിന്റെ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതുമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷങ്ങളും ഉള്ളതുപോലെ തന്നെ ഇങ്ങനെയും അവസരങ്ങൾ പോളിസി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് മുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇനി ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന റെഗുലേഷൻ. ഇപ്പോഴത്തെ ഘടന എന്ന് പറഞ്ഞാൽ ഒരുപാട് ബോർഡുകളുണ്ട്. 27ഓളം ബോർഡുകൾ ഇന്ത്യയിലുണ്ട് എന്നാ പറയുന്നത്. ടെക്നിക്കൽ അസോസിയേഷൻ, ടെക്നിക്കൽ രംഗത്തുള്ളതിന്, അതുപോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷന് വേറെ, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് വേറെ, പിന്നെ UGC വേറെ, അങ്ങനെ ഒരുപാട് 27ഓളം രീതികളുണ്ട്, അല്ലെങ്കിൽ ബോർഡുകളുണ്ട്. ആ ബോർഡുകളൊക്കെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന HESI എന്ന ഒരു ബോർഡ് വരും. അത് വരണമെങ്കിൽ പാർലമെന്റ് പാസ്സാക്കണം. ഈ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരണമെങ്കിൽ പാർലമെന്റിന്റെ ആക്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് വരിക. അത് മുന്നോട്ട് വെച്ച് ആ HESI മുന്നോട്ട് വെക്കുന്നത്, ആ HESI പ്രവർത്തിക്കുന്നത് 4 അർത്ഥത്തിലാണ്. HESIക്ക് 4 ഉപഘടകങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു 26 ബോർഡുകളെയും ലയിപ്പിച്ചുകൊണ്ട് ഒറ്റ രീതിയിലാണ് HESI എന്ന ഒറ്റ ഫോർമാറ്റിലേക്ക് വരികയാണ്.
ഈ ഹെസി എന്ന ബോർഡ് പാർലമെന്റിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടായിരിക്കും ഇന്ത്യയിൽ വരിക. അതിന്റെ ഒരു ബില്ലൊക്കെ, ഒരു ഡ്രാഫ്റ്റ് ബില്ലൊക്കെ മുമ്പ് പാർലമെന്റിൽ വന്നിരുന്നത് തള്ളിപ്പോയതാണ്. ഇനി വീണ്ടും പുതിയ സാഹചര്യത്തിൽ വരും. അപ്പൊ അതിന് 4 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ എന്ന് പറഞ്ഞാൽ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് NHREC എന്ന് പറയുന്ന പുതിയ ബോർഡായിരിക്കും. ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ GEC എന്ന് പറഞ്ഞാൽ ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്നൊരു ബോർഡ് വരാനിരിക്കുന്നു. അതുപോലെ തന്നെ ഫണ്ടിങ്ങിന് UGCക്ക് പകരമായിട്ട് HEGC ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻഡ് കൗൺസിൽ, ഫണ്ടിങ്ങിന് മാത്രം. അപ്പൊ നിലവിൽ UGCക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. ആ UGCയുടെ അധികാരങ്ങൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് UGCന്റെ പേര് മാറ്റി HEGC എന്നൊരു പുതിയൊരു ബോർഡ് വരും. അതിന് അംഗീകാരം, ഫണ്ടിങ്ങിൽ മാത്രം അധികാരം നിക്ഷിപ്തമായിരിക്കും. അതുപോലെ തന്നെ നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ, നാക്കിന്റെ ഒരു ഒഴിവാക്കിയിട്ട് നാക്ക്, നാഷണൽ അക്രഡിറ്റേഷൻ ആൻഡ് അസസ്മെന്റ് കൗൺസിലിൽ നിന്നുള്ള അസസ്മെന്റ് ഒഴിവാക്കിയിട്ട് നാക്ക് എന്ന നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ എന്ന ഒരു പുതിയ ബോർഡ് വരും. ഇങ്ങനെയാണ് പുതിയ വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഭരണപരമായിട്ടുള്ള ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ HEC എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിലായിരിക്കും. ആ കീഴിലുള്ള HECയുടെ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ആയിട്ട് ഈ 4 ബോഡികളും ആണ് ഇനി ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെ ബോർഡിനെ നിയന്ത്രിക്കാൻ പോകുന്നത്. മറ്റെല്ലാ കൗൺസിലുകളും, ടെക്നിക്കൽ എഡ്യൂക്കേഷന് മറ്റേ ഒരുപാട് രീതികളുണ്ട്, അതെല്ലാം പിരിച്ചുവിടും. അതിൽ നിലനിൽക്കുന്നത് മെഡിക്കൽ, അതുപോലെ തന്നെ ലോ, മെഡിക്കലും അതുപോലെ തന്നെ ലോ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡും അതുപോലെ തന്നെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ നടക്കുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന നിലവിലുള്ള ബോർഡുകൾ അത് ആ രീതിയിൽ പ്രവർത്തിക്കും. ബാക്കി എല്ലാ ബോർഡുകളും ഒഴിവാക്കി പിരിച്ചുവിട്ട് ഈ ഒരു രീതിയിലേക്ക് മാറും. ഇതൊക്കെ പറയുന്നത് ഭരണരംഗത്ത് ഒരുപാട് സുതാര്യത ഉറപ്പാക്കും എന്നൊക്കെയാണ് പോളിസി പറയുന്നത്. പക്ഷെ സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യമായി അറിയുന്ന ആളുകൾ എന്നർത്ഥത്തിൽ ഇത് പ്രാക്ടിക്കൽ ലെവലിൽ എത്രത്തോളം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നിലവിലുള്ള ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും IIT അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒറ്റ മൾട്ടി ഡിസിപ്ലിനറി എന്ന രീതിയിലേക്ക് മാറും എന്നാണ് പറഞ്ഞത്. എന്നതുപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജുകളും പിന്നെ ഗവൺമെന്റ് കോളേജുകളും എയ്ഡഡ് കോളേജ് വിത്ത് അൺഎയ്ഡഡ് കോളേജുകളും ടോട്ടലി സെൽഫ് ഫൈനാൻസിങ് മോഡിൽ പ്രവർത്തിക്കുന്ന കോളേജുകളുമൊക്കെ ഒരു ഡിഗ്രി ഗ്രാൻഡിങ് ഓട്ടോണമസ് കോളേജ് എന്ന രീതിയിലും വരും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഘടനാപരമായിട്ട് ഈ പോളിസി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. ഇനി ഉണ്ടാകാൻ പോകുന്നത് 3 തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ, ചുരുക്കി പറഞ്ഞാൽ ഇനി 3 തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. 1 റിസർച്ച് യൂണിവേഴ്സിറ്റി, 2 ടീച്ചിങ് യൂണിവേഴ്സിറ്റി, 3 ഡിഗ്രി ഗ്രാൻഡിങ് ഓട്ടോണമസ് കോളേജ്. ഈ 3 തരത്തിലുള്ള കോളേജുകളായിരിക്കും ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. റിസർച്ച് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗവേഷണങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന, അവിടെ ടീച്ചിങ്ങും ഉണ്ടാകും, പക്ഷെ ഫോക്കസ് റിസർച്ചിനായിരിക്കും. അതുപോലെ തന്നെ അതാണ് ടീച്ചിങ് യൂണിവേഴ്സിറ്റി, റിസർച്ച് യൂണിവേഴ്സിറ്റി. ടീച്ചിങ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ റിസർച്ചും ടീച്ചിങ്ങും ഉണ്ടാകും, പക്ഷെ ഫോക്കസ് എന്തായിരിക്കും? ഫോക്കസ് ടീച്ചിങ്ങിലായിരിക്കും. അതുപോലെ തന്നെ ഡിഗ്രി ഗ്രാൻഡിങ് ഓട്ടോണമസ് കോളേജ്. ഈ രീതിയിലുള്ള 3 തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അഫിലിയേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. 2035 കൂടിയിട്ട് അഫിലിയേഷൻ സിസ്റ്റം ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ രീതിയിലേക്ക് കോളേജുകളെ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്ട്രക്ചർ ചെയ്യും, അല്ലെങ്കിൽ റീമോഡുലേഷൻ നടത്തുമെന്നാണ് ഈ പോളിസി പറയുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പോൾ ഇത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങൾ, അല്ലെങ്കിൽ സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ത് എന്ന് അക്കാഡമിക രംഗത്ത് ഇനിയും ചർച്ച വരേണ്ട കാര്യമാണ്. കാരണം ഇതിൽ പ്രശ്നം പറയുന്നത് അഫിലിയേഷൻ സിസ്റ്റത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ അഫിലിയേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പറയുന്നത് അഫിലിയേറ്റഡ് കോളേജുകൾ വേണ്ട എന്ന രീതിയിലാണ്. നമ്മൾ എലിയ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറഞ്ഞതുപോലെ, ഉദാഹരണത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലൊക്കെ ഒരുപാട് 300-400 കോളേജുകളിലുണ്ട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിന് പകരം മുന്നോട്ട് വെക്കുന്നത് ആ കോളേജുകൾക്ക് അഫിലിയേഷൻ സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാകുക എന്നതിന് പകരം അഫിലിയേഷൻ സിസ്റ്റം തന്നെ ഒഴിവാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് താഴ്ന്ന അല്ലെങ്കിൽ ചെറുകിട ആയിട്ടുള്ള ഒരു 500, 600, 1000, 1500 ഒക്കെ കുട്ടികൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന
അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ കോളേജുകൾക്ക് ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല. ഒന്നുകിൽ അവരെന്ത് ചെയ്യണം, 3000 കുട്ടികളുള്ള വലിയ ക്യാമ്പസുകളായിട്ട് മാറണം. അല്ലെങ്കിൽ പോളിസി പറയുന്നത് ഈ അങ്ങനെ പഠിപ്പിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മാറാൻ കഴിയാത്ത കോളേജുകളെ യൂണിവേഴ്സിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് ആക്കി മാറ്റണം. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്വാശ്രയ കോളേജ് ഒരു 500-1500 കുട്ടികൾക്ക് ഈ പറഞ്ഞ കുട്ടികളുള്ള കോളേജിന് 3000 കുട്ടികളുള്ള വലിയ മൾട്ടി ഡിസിപ്ലിനറി കോളേജ് ആക്കാൻ കഴിയില്ല എങ്കിൽ അത് യൂണിവേഴ്സിറ്റിന്റെ സബ് സെന്റർ പോലെ, ഇപ്പൊ യൂണിവേഴ്സിറ്റിന്റെ കുറെ സെന്ററുകൾ ഉണ്ടല്ലോ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ സെന്റർ എന്നതുപോലെ ഒരു സെന്റർ ആക്കി മാറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ് ആക്കി മാറണം എന്നാണ് ഈ പോളിസി മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു പ്രശ്നമാകാൻ സാധ്യതയുള്ളത് സ്വാഭാവികമായിട്ടും ഈ വലിയ കോളേജുകൾ സ്ഥാപിക്കാൻ സ്വാഭാവികമായിട്ടും സാമ്പത്തിക മൂലധനം ആവശ്യമായി വരും. അതിന് ഏറ്റവും കൂടുതൽ സഹായകമാകുക ഇവിടെയുള്ള കുത്തക ശക്തികൾക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ജിയോ ഒക്കെ വന്നതുപോലെ തന്നെ ജിയോയുടെ പേരിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരും. നമ്മുടെ നാട്ടിലൊക്കെ റിലയൻസ് കോളേജുകൾ, ജിയോ കോളേജുകളും ഒക്കെ വരും. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളും രക്ഷിതാക്കളും അതിലേക്ക് മോഹനമായിട്ട് പോകേണ്ടി വരും. കാരണം ഇപ്പൊ ഒരു കുട്ടിയെ നമ്മൾ ഒരു അൺഎയ്ഡഡ് കോളേജിലേക്കോ മറ്റോ അയക്കുന്നത് അത് അഫിലിയേറ്റഡ് ആയി എന്നതുകൊണ്ടാണ്. എയ്ഡഡ് കോളേജ് ആണെങ്കിൽ പോലും ആ കോളേജിന്റെ മേന്മ കൊണ്ടല്ല, മറിച്ച് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെ കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജാണ് ഇന്ന കോളേജ് എന്നതുകൊണ്ടാണ് നമ്മൾ ആ കുട്ടികളെ അങ്ങോട്ട് അയക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു അഫിലിയേഷൻ എന്നതിന്റെ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണം, അതിന്റെ സൗകര്യം നഷ്ടപ്പെടുകയും ഇതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് ഒരുപാട് വൻകിട ആയിട്ടുള്ള നല്ല മൂലധന ശക്തികൾക്കായിരിക്കും എന്നൊരു ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് കൂടി അതിനെ തുടർന്നുണ്ടാകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇത് നടപ്പാക്കുന്ന ടൈം ലൈൻ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞത് അവസാനമായിട്ട് പറയാനുള്ളത് ഇത് ഒരുപാട് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച് ആണ് ഈ പോളിസി പാസ്സാക്കിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ അനലൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് കുറ്റങ്ങളോ കുറവുകളോ കാണാൻ കഴിയില്ല. നല്ല മനോഹരമായിട്ടുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇതിലുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് പ്രാക്ടിക്കലായിട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് നടപ്പാക്കാൻ പോകുക എന്ന ഒരു ഇംപ്ലിമെന്റേഷൻ ലെവൽ ഉണ്ടാകുന്ന ആശങ്കകൾ ഈ പോളിസി വീണ്ടും വീണ്ടും നമ്മൾ അപഗ്രഥിക്കുകയും ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഇടപെടലുകൾ ഉണ്ടായിരിക്കണം എന്നുമാണ് പ്രാഥമികമായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന അർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല ഉദ്ദേശം വെച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുക. നമ്മുടെ മുമ്പിൽ നോട്ട് നിരോധനം ഉണ്ട്. നോട്ട് നിരോധനം നല്ല ലക്ഷ്യമാണ്, കള്ളപ്പണം പിടിക്കുക എന്ന രീതിയിലൊക്കെ അത് നല്ല. എന്നതുപോലെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാൻ മാറാൻ നോട്ട് നിരോധനമാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും അത് എന്താക്കാൻ പറ്റും, മാറ്റങ്ങൾക്ക് പെട്ടെന്ന് സാധ്യമാകും. പക്ഷെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു തലമുറയെ തന്നെ എന്താണ് വൈകേടിലാക്കും. അതൊരു തലമുറ വൈകേടിലായതിനു ശേഷം അത് ശരിയായില്ല എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന പരിഷ്കാരങ്ങൾ ഏറ്റവും പ്രാധാന്യം അർഹിച്ചതാണ്. അപ്പൊ അമേരിക്കൻ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹിക സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹലോ കേൾക്കില്ല? കേൾക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കില്ലേ? ഓ ഉണ്ട്. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ അവസാനമായിട്ട് പറയുന്നത് ഇതിലുള്ള ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയിലൊക്കെ നിലനിൽക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുഗുണമായ രീതിയിൽ വളരെ മനോഹരമായി തോന്നുന്ന കാര്യങ്ങളാണ്. അത് ഇന്ത്യൻ പോലെയുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത രീതികളും വ്യത്യസ്ത സാമ്പത്തിക ഘടനയിലുമുള്ള ഒരു രാജ്യത്ത് അതേപടി നടപ്പാക്കിയാൽ എങ്ങനെ ഇന്ത്യക്കാർ സ്വീകരിക്കും, അതിന്റെ ഇമ്പാക്റ്റ് എന്താക്കും എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമേരിക്കൻ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഒരു ഘടനാ മാറ്റമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കരിക്കുലത്തിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ് CE വർക്ക് അല്ല CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. 2008, 2009 ആ കാലഘട്ടത്തിലാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട രംഗപ്രവേശം ഉണ്ടാകുന്നത്. ഇതിന്റെ ഫിലോസഫി നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിൽ ഒരു കുട്ടിയെ പിന്നെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇന്ന സ്കില്ലുകൾ ഡിസ്കോഴ്സുകൾ വിദ്യാർത്ഥികൾ നേടിയിരിക്കണം.
അപ്പൊ അതിന് പഠനത്തിന് പുറമെ കരിക്കുലർ ആക്ടിവിറ്റീസിന് പുറമെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കൊഗ്നിറ്റീവ് സ്കില്ലിന് പുറമെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ആണെങ്കിൽ എങ്ങനെ ഒരു കത്ത് എഴുതണം, എങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കണം, എങ്ങനെ ഡിസൈൻ ചെയ്യണം, അങ്ങനെ അത്തരം കാര്യങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. അത് ഒരു വിദ്യാർത്ഥി നേടിയാൽ മാത്രമേ വിദ്യാഭ്യാസം പൂർണ്ണമാകൂ. അതുകൊണ്ട് ഒരു 100-ൽ 20% മാർക്ക്, 20 മാർക്ക് എന്ത് ചെയ്യണം, 100 മാർക്കിൽ 20 മാർക്ക് CE മാർക്ക് കൊടുക്കുക എന്ന ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് CE എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാണ്. ആ കൺസെപ്റ്റ് ഇന്ത്യയിലേക്കും പറിച്ചു നടപ്പെട്ടു. അപ്പൊ ഇവിടെ സംഭവിച്ചത്, അമേരിക്കയിൽ അവിടെ കൺസെപ്റ്റ് ഉണ്ടായത്, ഒരു കുട്ടിക്ക് 100-ൽ 80% തന്നെങ്കിലും ഈ സ്കില്ല് അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അധ്യാപകൻ പരാജയപ്പെട്ടു എന്നതാണ്. എന്ന് പറഞ്ഞാൽ 40, ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 40ാമത്തെ കുട്ടിയും എന്തായിരിക്കണം, സ്കില്ലിന്റെ ഏതൊക്കെ സ്കില്ലാണോ റിക്വയർഡ് ആയത് നേടേണ്ടത്, ആ നേടേണ്ട സ്കില്ലിന്റെ ഒരു 80% തന്നെയെങ്കിലും നേടണം. എന്നാൽ മാത്രമേ അധ്യാപകൻ വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ അത് അധ്യാപകന്റെ പരാജയമാണ്, അധ്യാപകന് ചോദ്യം ചെയ്യപ്പെടും, അധ്യാപകനെ കോടതിയിൽ വരെ ചോദ്യം ചെയ്യാം എന്നൊരു കൺസെപ്റ്റിൽ നിന്നാണ് CE ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷെ ഈ CE നമ്മുടെ കേരളത്തിലും, കേരളമൊക്കെ ആണല്ലോ വിദ്യാഭ്യാസത്തിൽ പുരോഗമിച്ച ഒരു സംസ്ഥാനം, അവിടെ നടപ്പാക്കിയപ്പോൾ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ സംഭവിച്ചത് എന്താണ്? നമുക്കറിയാം, ആ കാലഘട്ടത്തിലൊക്കെ സ്കൂള് ഹെഡ്മാസ്റ്റർമാർ പറയും കുട്ടികൾക്ക് എന്ത് ചെയ്യണം, CE 20-ൽ ചുരുങ്ങിയത് 16 മാർക്ക് കൊടുക്കണം എന്ന് പറയും. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താക്കാം, AEOക്ക് പരാതി കൊടുക്കാം, DEക്ക് പരാതി കൊടുക്കാം, രക്ഷിതാവിന് പരാതി കൊടുക്കാം. അപ്പൊ നമ്മൾ തീരുമാനിച്ചത്, കുട്ടി അധ്യാപകൻ ആ കുട്ടിക്ക് ആ സ്കില്ല് നേടിയോ എന്ന് ഉറപ്പാക്കുന്നതിലല്ല ശ്രദ്ധ, മറിച്ച് 20 മാർക്കിൽ ആ സ്കില്ല് നേടാതെ 20-ൽ 16 മാർക്ക് ഇട്ട് കൊടുക്കുക. ആ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, C മാർക്ക് കൊടുത്തില്ലെങ്കിൽ രക്ഷിതാക്കൾ ചോദ്യം ചെയ്യും. അപ്പൊ CEയിലൂടെ നേടേണ്ട സ്കില്ല് കുട്ടി നേടിയോ ഇല്ലേ എന്നല്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹിക അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്താൽ, ഈ പറഞ്ഞതുപോലെ 3 വർഷം 4 വർഷമൊക്കെ ഉള്ള ഡിഗ്രി കുട്ടികൾ നേടിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഉദാഹരണത്തിന് 2 വർഷത്തെ അഡ്വാൻസ് ഡിപ്ലോമ ഉള്ള ഒരു കുട്ടി എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് നേട്ടമാണുള്ളത്? നമുക്കറിയാം, കേരളത്തിൽ LD ക്ലർക്ക് ആണെങ്കിൽ, UD ക്ലർക്ക് ആണെങ്കിൽ SLC മാത്രം യോഗ്യതയായിട്ടുള്ള പരീക്ഷകൾക്ക് വരെ 1000 പോസ്റ്റ് ഉണ്ടെങ്കിൽ 15,000 അല്ല 10-15 ലക്ഷം ആളുകളാണ് എഴുതുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ ഈ ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലുള്ളത്. ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നാൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണം. പോളിസിയിൽ നല്ല കാര്യങ്ങൾ ഇല്ല എന്നതല്ല, നല്ല കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലായി നടപ്പാകുമല്ലോ. പക്ഷെ ഇതിലുള്ള ദോഷവശങ്ങളെ കുറിച്ച് സമൂഹത്തെയും ഉദ്യോഗസ്ഥന്മാരെയും ഇംപ്ലിമെന്റേഷൻ ലെവലിലുള്ള ആളുകളെയും ഒക്കെ നമ്മൾ ബോധവൽക്കരിക്കുകയും അതിന്റെ ചർച്ചകൾ നടക്കുകയും ചെയ്യണം. അതിന് തുടക്കം കുറിച്ച CKCTയെ ഞാൻ അഭിനന്ദിക്കുകയും ഇതിന് അവസരം നൽകിയ സംഘാടകരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും ഫീൽഡുകൾ, ഏതെങ്കിലും ഏരിയകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അസ്സലാമു അലൈക്കും. വായിസ് സർ പ്ലീസ്. ഓക്കെ, താങ്ക് യു അലിയാസൻ സാർ, താങ്ക് യു വെരി മച്ച്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ എഡ്യൂക്കേഷൻ പോളിസിയുടെ വ്യത്യസ്ത വശങ്ങളെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സരളമായി അവതരിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം അതാവാം എന്ന് കരുതുന്നു. അതിനുശേഷം നമുക്ക് ചെറിയൊരു മോഡറേഷൻ നടത്തിയിട്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ പറയാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? യെസ് യെസ്. നമ്മൾ ഈ പോളിസി വായിക്കുമ്പോൾ നമ്മൾ ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണെന്ന് പറയുന്നു. അപ്പൊ ഈ 4ാമത്തെ വർഷം കുട്ടിക്ക് കിട്ടുന്ന ഡിഗ്രി റിസർച്ച് ഡിഗ്രിയാണ്. അത് കഴിഞ്ഞിട്ട് കുട്ടിക്ക് നേരിട്ട് റിസർച്ചിന് പോകാമെന്ന് പറയുന്നു. അതേപോലെ തന്നെ PG വേണമെങ്കിൽ 2 വർഷമുള്ളത് 1 വർഷമാക്കി ചുരുക്കിയിട്ട് 1 വർഷം റിസർച്ച് ചെയ്യാമെന്നും പറയുന്നു. അപ്പൊ ഇത് രണ്ടും സിമൾട്ടേനിയസ് ആയിട്ട് എങ്ങനെയാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് അത് ഇംപ്ലിമെന്റേഷൻ ലെവലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനെ തുടർന്ന് ഇനി എങ്ങനെയൊക്കെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്, ക്രെഡിറ്റ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ഏത് വർഷം ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ നിർത്തിയാൽ എത്ര വർഷം മുമ്പ് റീജോയിൻ ചെയ്യണം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അത് നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ ഹേസിന്റെ കീഴിൽ വരുന്ന ഒരുപാട് ബോഡികൾ പറഞ്ഞല്ലോ, ആ ബോഡികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയങ്ങളാണിത്.
പ്രാഥമികമായിട്ട് ഇങ്ങനെ ഒരു ആശയമാണ് പോളിസിയിൽ മുന്നോട്ട് വെച്ചത്. എന്ന് പറഞ്ഞാൽ 4 വർഷം പഠിച്ചൊരു കുട്ടിക്ക് വേണമെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, 4 വർഷം പഠിച്ചൊരു കുട്ടിക്ക് ഒരു റിസർച്ച് പഠനം വേണം. നമ്മൾ MPhil ഒക്കെ ഉള്ളത് പോലെ തന്നെ MPhil ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ 4 വർഷം പഠിച്ച ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു റിസർച്ച് പ്രൊജക്ട് ഉണ്ടാവണം. MPhil പോലെയുള്ള ഒരു നല്ലൊരു ഡിസർട്ടേഷൻ, റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസർട്ടേഷൻ എന്ന വാക്കല്ല ഉപയോഗിക്കുന്നത്, റിസർച്ച് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ 4 വർഷത്തെ ഒരു ഡിഗ്രി ഹോണേഴ്സ് നേടിയ ഒരു കുട്ടിയുടെ കയ്യിൽ അതിന്റെ കൂടെ തന്നെ ഒരു റിസർച്ച് പ്രൊജക്റ്റും ഉണ്ടെങ്കിൽ അവര് നേരിട്ട് PhDയിലേക്ക് ചേരാം എന്നാണ് പറയുന്നത്. അപ്പൊ അമേരിക്കയിലൊക്കെ ആ സിസ്റ്റം ആണുള്ളത്, അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അപ്പൊ അമേരിക്കയിലൊക്കെ സംഭവിക്കണത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ 80% കുട്ടികളും അമേരിക്കയില് UG അല്ലെങ്കിൽ UG പഠനത്തിലെ 80% കുട്ടികളും അമേരിക്കക്കാരാണ്. UG പഠിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് വരുന്നത് 20% കുട്ടികൾ മാത്രമാണ്. അതേസമയം PG PhD ഒക്കെ അമേരിക്കയിലുള്ള 80% കുട്ടികളും വിദേശികളാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ 20% കുട്ടികൾ മാത്രമാണ് അമേരിക്കയിൽ ഗവേഷണ പഠനങ്ങൾ ഏർപ്പെടുന്നത്. അങ്ങനെ ഏർപ്പെടുന്നവർ വളരെ പാഷനേറ്റ് ആയിട്ട് ആ വിഷയത്തോടുള്ള താല്പര്യം കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. ബാക്കിയുള്ളവരൊക്കെ ഒരു ജോലി കിട്ടാൻ വേണ്ടി 4 വർഷം പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പഠിച്ചു പോകും. പക്ഷേ സമയം ആ ഒരു രീതി ഇന്ത്യയിലും വേണമെന്നാണ് ഈ പോളിസി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഗവേഷണത്തിൽ താല്പര്യമുള്ള ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരണം. അതിന് ഒരു റെഫറൻസ് ആയിട്ട് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നളന്ദ, തക്ഷശില ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സർവകലാശാലകളിലേക്കൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠിക്കാൻ വന്നിരുന്നു. അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇന്ത്യയിലും ഒരുപാട് ആളുകൾ വരണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് 5 മില്യണിലധികം ആളുകളൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്ന് പറഞ്ഞാൽ ഗവേഷണങ്ങളിൽ ഏർപ്പെടുന്ന അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല കുട്ടികൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോകാതെ ഇവിടെ തന്നെ വരണം. അതിനുവേണ്ടി കൂടിയിട്ടാണ് ഫോറിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള ആശയങ്ങളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ലെവലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് ഈ പോളിസി പറയുന്നില്ല, അതിലേക്കുള്ള സൂചനകൾ മാത്രമേ നൽകുന്നുള്ളൂ. അതുപോലെ ഈ 3 തരം സ്ഥാപനങ്ങളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. ഒന്ന് റിസർച്ച് യൂണിവേഴ്സിറ്റീസും ടീച്ചിങ് യൂണിവേഴ്സിറ്റീസും ഓട്ടോണോമസ് കോളേജസും. അതിൽ നമുക്ക് ഈ ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ് എന്താന്ന് ശരിക്കും ക്ലിയർ അല്ല. അപ്പൊ നമ്മള് എനി യൂണിവേഴ്സിറ്റി മസ്റ്റ് ഡു റിസർച്ച്, ആ ഒരു അർത്ഥത്തിലാണല്ലോ നമ്മൾ യൂണിവേഴ്സിറ്റിനെ കണ്ടുപോന്നിട്ടുള്ളത്. അപ്പൊ എക്സ്ക്ലൂസീവ്ലി റിസർച്ച് ഓറിയന്റഡ് യൂണിവേഴ്സിറ്റീസ്, പിന്നെ ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ്, പിന്നെ കോളേജസ്. അപ്പൊ ആ 3 ഡിവിഷൻ എന്താന്നുള്ളതും ശരിക്കും ക്ലിയർ ആയിട്ടില്ല. ഒന്നുകൂടി വിശദീകരിക്കാം. അതായത് ഈ പോളിസി പറയുന്ന 3 തരത്തിൽ. ഒന്ന്, ടീച്ചിങ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ടീച്ചിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. എന്നാൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പൊ നാനോ ടെക്നോളജി, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ട കുറെ വിഷയങ്ങളുണ്ടല്ലോ. അങ്ങനെ പഠിപ്പിക്കുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേസമയം അവിടെ ചെറിയ റിസർച്ചുകളും ഉണ്ടാവും. മെയിൻ പ്രിഫറൻസ് കൊടുക്കുന്നത് നല്ല ഫാക്കൽറ്റി ഉപയോഗിച്ചിട്ട് കുട്ടികളെ അധ്യാപനം ചെയ്തിട്ട് ആ കൺസെപ്റ്റ് നേടുന്ന രീതിയിൽ, ഇപ്പൊ നാനോ ടെക്നോളജി ആണെങ്കിലും ബയോടെക്നോളജി ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരുപാട് കോഴ്സുകൾ അവിടെ ഉണ്ടാവും. ഇപ്പൊ 3000 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാകുക ഇപ്പോൾ ഒരു 2500 കുട്ടികൾക്കും ഉദാഹരണത്തിന് ടീച്ചിങ്ങിന് പ്രാധാന്യം നൽകുന്ന സബ്ജക്റ്റുകളും രീതികളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാകുക. അതാണ് ടീച്ചിങ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്നത്. അതേസമയം റിസർച്ച് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും റിസർച്ച് യൂണിവേഴ്സിറ്റിയിലും നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങളുടെ പഠനം ഉണ്ടാവും, പഠിപ്പിക്കൽ ഉണ്ടാവും. അതേസമയം അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റിസർച്ചിനായിരിക്കും. അപ്പൊ അതിന് ഉദാഹരണം പറയുന്നത് ഇപ്പൊ ഹാർഡ്വാർഡ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ യൂണിവേഴ്സിറ്റികളൊക്കെ അതിൽ നിന്നാണ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരുപാട് ഗവേഷണങ്ങൾ വരാറ്. അങ്ങനെ ഗവേഷണങ്ങൾ ഉണ്ടാകുന്ന ഒരു ഗവേഷണത്തിന് പ്രാമുഖ്യം നൽകുന്ന ഒരു കോളേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു 3000 ഏറ്റവും ഇതിലെ കട്ട് ഓഫ് പറയുന്ന സംഖ്യ 3000 അതുകൊണ്ട് ഞാൻ പറയാണ്, ഒരു 3000 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 2500 റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള അതിന് ഫെസിലിറ്റീസ് ഉള്ള സൗകര്യങ്ങളുള്ള കോളേജ് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും. അപ്പൊ അത് റിസർച്ചിനാണ് പ്രാമുഖ്യം. ഇപ്പൊ JNUലൊക്കെ ചില MPhilന് കൂടുതൽ പ്രാധാന്യം ഉണ്ടല്ലോ. ഇപ്പൊ നിലവിൽ കഴിഞ്ഞ ഇതിലൊക്കെ MPhil ഒരുപാട് സീറ്റ് ഉണ്ടാവും, PhDക്ക് സീറ്റ് കുറവ്. എന്നതുപോലെ തന്നെ ഈ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ വരാൻ പോകുന്നത് അതിന്റെ ഒന്നാമത്തെ പ്രിഫറൻസ് റിസർച്ച് ആണ്. അതിനനുസരിച്ചുള്ള ലാബ്, അതിനനുസരിച്ചുള്ള ഗൈഡുമാർ കൂടുതൽ ഉണ്ടാവും, ഗൈഡ്ഷിപ്പ് ഉള്ള അധ്യാപകർ കൂടുതൽ ഉണ്ടാകും. അപ്പൊ അതിന്റെ ക്രമത്തിലൊക്കെ ആ ഒരു റിസർച്ചാണ് ഇമ്പോർട്ടൻസ്. റിസർച്ച് പഠിക്കുന്ന കുട്ടികളും ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറുമായിരിക്കും പ്രാമുഖ്യം ഉണ്ടാകുക. മറ്റേതും ഒന്നുണ്ടാവും. ഇപ്പൊ ചില വിഷയങ്ങളൊക്കെ
പഠിക്കേണ്ടതായിട്ട് വരുമല്ലോ. പുതിയ പുതിയ വിഷയങ്ങളൊക്കെ നാനോ ടെക്നോളജി അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുതിയതായിട്ട് അക്കാഡമിക് രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. ആ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാവും. അതേസമയം ഇമ്പോർട്ടൻസ് പിന്നെ റിസർച്ചിനായിരിക്കും. പിന്നെ ഓട്ടോണമസ് ഡിഗ്രി വ്യക്തമായോ? വ്യക്തമായി. പക്ഷെ ഓട്ടോണമസ് ഡിഗ്രിയിൽ കോളേജസിൽ അതാണല്ലോ നടക്കുന്നത്. അപ്പൊ ശരിക്കും രണ്ടാമത്തെ കാറ്റഗറി ശരിക്കും ഓവർലാപ്പിംഗ് അല്ലേ എന്നാണ് ചോദ്യം. ഈ രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അതായത് ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ്, അത് ശരിക്കും ഓവർലാപ്പിംഗ് അല്ലേ? കാരണം റിസർച്ച് എന്നുള്ളത് റിസർച്ച് യൂണിവേഴ്സിറ്റീസിൽ നടക്കും, ടീച്ചിങ് എന്നുള്ളത് ഓട്ടോണോമസ് കോളേജസിലും നടക്കും. അപ്പൊ ഈ ടീച്ചിങ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ അതൊരു രണ്ടിലേക്കും ഓവർലാപ്പ് ചെയ്യുന്ന ഒരു കാറ്റഗറി അല്ലേ എന്നാണ് ചോദ്യം. അതല്ല, ഈ റിസർച്ച് യൂണിവേഴ്സിറ്റി ആണെങ്കിലും മറ്റേ ടീച്ചിങ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ അതിന് പ്രാമുഖ്യം ഉണ്ടാകുക ഈ UGക്ക് ശേഷമുള്ളതിനായിരിക്കും കൂടുതൽ ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ UG എന്ന് പറയുന്നത് പിന്നെ +2 ശേഷമുള്ള 4 വർഷം, അതിൽ കൂടുതൽ സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള കൺസെപ്റ്റുകൾക്ക് അത്ര പ്രാധാന്യം ഇല്ലാത്തതായിരിക്കും ഇതിലുണ്ടാകുക. ഈ ഡിഗ്രി ഗ്രാൻഡിങ് കോളേജുകൾ കൂടുതൽ ഉണ്ടാകുക. ഗൗരവപ്പെട്ട പഠനങ്ങളോ ഗവേഷണങ്ങളോ മറ്റ് രണ്ടിടത്തുമാണ് ഉണ്ടാകുക. അപ്പൊ അതുകൊണ്ടാണ് അമേരിക്കയിൽ ഒരു റെഫറൻസ് ഞാൻ പറഞ്ഞത്, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ എന്താവരുത്, പൗരന്മാരെന്താവണം, അവർക്ക് ജീവിക്കാൻ സ്കോപ്പ് ഉണ്ടാവണം, അതിനൊരുപാട് സ്കില്ല് വേണം. ആ സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ ക്രമമായിരിക്കും പ്രധാനമായിട്ടും എന്തുണ്ടാകുക ഈ ഓട്ടോണമസ് ഡിഗ്രി കോളേജുകൾക്ക് ഉണ്ടാകുക. അതിനനുസരിച്ചുള്ള കരിക്കുലങ്ങളും ആയിരിക്കും അവിടെ ഡിസൈൻ ചെയ്യപ്പെട്ട. അപ്പോൾ ക്രൂഷ്യൽ ആയിട്ടുള്ള വലിയ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പഠനങ്ങൾ എവിടെ കുറവായിരിക്കും? ഡിഗ്രി ഗ്രാൻഡിങ് കോളേജുകൾക്ക് കുറവായിരിക്കും. അവിടെ കൺസെപ്റ്റ് പ്ലെയിൻ ആയിട്ട് പഠിപ്പിച്ച് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ 2, 3, 4 ഒക്കെ സ്കില്ല് ഒരു കുട്ടിക്ക് അറ്റൈൻ ചെയ്യാവുന്ന രീതിയിൽ പിന്നെ ഒരു ആ രീതിയിലായിരിക്കും അതിന്റെ ക്രമം ഉണ്ടാകുക. ഇപ്പൊ അതിന് ബിസിനസ് ലോകവുമായിട്ട് ടൈപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്ത് പുതിയ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിന് അനുഗുണമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് പുതിയ തൊഴിൽ മേഖല ഉണ്ടല്ലോ. ആ തൊഴിൽ മേഖലയിലേക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന, ഉദാഹരണത്തിന് ഇപ്പൊ നെറ്റ് വന്നതോട് കൂടിയിട്ട്, സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട്, ഇപ്പൊ ഈ പിന്നെ ഫേസ്ബുക്ക്, ഗൂഗിൾ അങ്ങനെ ഒരുപാട് ഇത് വന്നതോട് കൂടിയിട്ട് ഫേസ്ബുക്കിലും ഗൂഗിളിലും ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് തൊഴിലാളികളുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ചെയ്യാൻ വേണ്ടിയത് വലിയ റിസർച്ച് അല്ല വേണ്ടത്, മറിച്ച് ചില സ്കില്ലാണ് വേണ്ടത്. ഇപ്പൊ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്, ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന എങ്ങനെ ഹൗ ടു ഡെവലപ്പ് ആപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ അതിന്റെ സൈദ്ധാന്തിക വശങ്ങളും ഗവേഷണ സ്വഭാവത്തിലൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞ റിസർച്ച് യൂണിവേഴ്സിറ്റിയോ ടീച്ചിങ് യൂണിവേഴ്സിറ്റിയിലോ നടക്കും. അതേസമയം അതെങ്ങനെ പ്രവർത്തിക്കണം, ഓപ്പറേറ്റ് ചെയ്യണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കും ഈ ഡിഗ്രി ഗ്രാൻഡിങ് കോളേജിൽ ഉണ്ടാകുക. ഓക്കെ ക്ലിയർ ആയി. താങ്ക് യു സാറേ. അതിനോട് വാചകം ചേർക്കട്ടെ സാറേ. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹലോ. ഇന്ത്യയിൽ നിലവിലുള്ള 400-ലധികം യൂണിവേഴ്സിറ്റികൾ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചപ്പോ ഉണ്ടായി വന്നൊരു 3 തരം അല്ലെങ്കിൽ 2 തരം യൂണിവേഴ്സിറ്റികളും കൂടി ആയിരിക്കും അത്, അല്ലേ? അതായത് ഇന്ത്യയിലുള്ള ഇപ്പൊ ഞാൻ സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞത്. യൂണിവേഴ്സിറ്റി എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം ഈ നയം രൂപീകരിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ. അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നതിന് അപ്പുറത്ത് ഇങ്ങനെ പറ്റാത്ത സ്ഥാപനങ്ങൾ പൂട്ടിപ്പോണം എന്നാണ് ഇതിന്റെ താല്പര്യം. കാരണം ഈ റിലയൻസ് ഉൾപ്പെടെ വലിയ വലിയ കൊമ്പന്മാർക്ക് ഇവിടെ വന്നാൽ സ്വാഭാവികമായിട്ടും 3000 കോളേജല്ല, 3000 കുട്ടികളല്ല, ഒരു 10000 കുട്ടികളുള്ള സ്ഥാപനം സ്ഥാപിക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പൊ നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ കാസർഗോഡ് ടാറ്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. അത് നല്ല കാര്യമാണ്. ടാറ്റ് 2-3 മാസം കൊണ്ടാണ് എത്രയോ ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ചികിത്സിക്കാൻ പറ്റിയ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത്. അത് ടാറ്റയ്ക്ക് നിഷ്പ്രയാസമാണ്. എന്നതുപോലെ തന്നെ ബിർളക്കും റിലയൻസിനും ഒക്കെ കോഴിക്കോടോ അല്ലെ കണ്ണൂരോ മലപ്പുറത്തോ മഞ്ചേരിയോ ഒക്കെ ഒരു കോളേജ് തുടങ്ങുക എന്ന് പറയുന്നത്, വലിയൊരു ക്യാമ്പസ് സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു 10000 കുട്ടികളുള്ള ക്യാമ്പസ് മഞ്ചേരിയിൽ ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് റിലയൻസിന് സ്ഥാപിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോക്കമായതുകൊണ്ട് ആണ് നമുക്ക് അതൊക്കെ വലിയ സംഭവമായി തോന്നുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇപ്പൊ റിലയൻസ് മാൾ വന്നതുപോലെ, ലുലു മാൾ വന്നതുപോലെ, ഇപ്പോ എന്നതുപോലെയുള്ള ഒരു ബിസിനസ് രംഗത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ക്രമമായിരിക്കും വിദ്യാഭ്യാസ രംഗത്തിലും ഉണ്ടാകുക. അപ്പൊ സ്വാഭാവികമായിട്ടും ചെറുകിട കച്ചവടക്കാർ ഇതിൽ നിന്ന് പിന്നാക്കം പോയി എന്നതുപോലെ തന്നെ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പിന്നെ കോളേജുകളും ചെയ്യും ഔട്ട്ഡേറ്റഡ് ആവും. അതാണ് വരാൻ പോകുന്നത്. വ്യക്തമായോ? ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി, പിന്നെ നമ്മളീ
പോളിസിയോട് സ്വീകരിക്കേണ്ട നയം എന്തെന്ന് ആലോചിക്കുമ്പോൾ പൊതുവെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും പൊതുവെ ഒരു ഇപ്പൊ സാറ് തുടക്കത്തിൽ പറഞ്ഞ ഒരു പോസിറ്റീവായ വശങ്ങളെ നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു 35 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പുതിയ നയം വരുന്നത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു നയത്തിന്റെ ഒരു മാറ്റം ഇവിടെ ആവശ്യമാണെന്നുള്ള ഒരു ഭൂമിക ഇവിടെ ഉണ്ടല്ലോ. ഇത് പിന്നെ അടുത്തൊരു 15 വർഷത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പൊ നമ്മള് ഇതിനെതിരെ പൊതുവെ ഇന്ത്യയിൽ വരുന്ന എല്ലാ പിന്നെ നയങ്ങളോടും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അനുഭവിക്കുന്നത് കൊണ്ട് ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴത്തെ ഒരു പിന്നെ ഭരണ തലത്തിൽ നിന്നുള്ള നയങ്ങളാവുമ്പോ എതിർപ്പിന്റെ കനം കുറച്ച് കൂടും. എതിർത്ത് നേടേണ്ട കാര്യങ്ങൾ നമ്മൾ നേടാൻ ശ്രമിക്കണം. അതോടൊപ്പം ഒരു 15 വർഷത്തിന് ശേഷം വരുന്ന ഭൂമിക എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പൊ ഈ സംസാരത്തിലൊക്കെ അതിന്റെ ഒരു വശമുണ്ട്. അപ്പൊ ആ കാലത്തേക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അതിന് വേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടി നമ്മൾ കൊടുക്കേണ്ടതില്ലേ. കാരണം നമ്മൾ എന്തായിരുന്നാലും ഇതില് നമ്മള് ഇത് അനുഭവിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ഫലമായി വരുന്ന നിയമങ്ങളും റൂൾസും ഒക്കെ ഇവിടെ വരും ഒരു പരിധി വരെ. അതിനനുസരിച്ച് നമ്മൾ അപ്പൊ അതിന് നമ്മളെ പര്യാപ്തമാകുക എന്നതിനാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ധമായിട്ട് ഇടതുപക്ഷ ഫ്രെയിംവർക്കിൽ നിന്നുള്ള വിമർശനം നമ്മൾ ഉയർത്തേണ്ടതില്ല. അതിൽപ്പെട്ടാണ് സ്വകാര്യവൽക്കരണം. സ്വകാര്യവൽക്കരണത്തെ നമ്മൾ അന്ധമായി എതിർക്കേണ്ടതില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം ഒരു സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളെ പൂർണ്ണമായി എതിർക്കാൻ പറ്റിയ ഒരു ലോകക്രമം അല്ല ഇതുള്ളത്. ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, ആഗോള യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാതെ നമ്മൾ ഒറ്റപ്പെട്ട് നിന്ന് കാര്യമില്ല. ഇതിന്റെ ഗുണവശങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫറൂഖ് കോളേജ് പോലെയുള്ള അല്ലെങ്കിൽ മലബാറിലെ നല്ല കോളേജുകൾ ഉണ്ടല്ലോ, ആ കോളേജുകൾ നേരിട്ട് വിദേശ രാജ്യങ്ങളിൽ, നമ്മൾ അറബ് രാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളിൽ ഇപ്പൊ ഫറൂഖ് കോളേജിനോ മറ്റോ ക്യാമ്പസ് സ്ഥാപിക്കാൻ കഴിയില്ല. അപ്പൊ ഇത് വരുന്നത് കൂടെ അങ്ങനെ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് അറബ് അല്ലെങ്കിൽ അമേരിക്കൻ ഒക്കെ വിദേശ യൂണിവേഴ്സിറ്റികൾ വരുന്നുണ്ട്. ആ വരുന്നതിന്റെ ഫ്രാഞ്ചൈസികളായിട്ടും അതുമായിട്ട് ടൈപ്പ് ആയിട്ടൊക്കെ ഇവിടെ നമുക്ക് കൊളാബറേറ്റീവ് ആയിട്ട് സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ നമ്മൾ മുന്നോട്ട് വരണം. അതിനുള്ള സോഷ്യൽ ക്യാപിറ്റലുകൾ വെക്കുക, അതൊക്കെ നമ്മൾ ഇത് കണ്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് മുന്നോട്ടായിട്ട് നമ്മുടെ ഒരു വിഷൻ ഉണ്ടായിരിക്കണം. ഇത് ദേശീയ വിദ്യാഭ്യാസ പോളിസിയാണ് എന്നതുപോലെ തന്നെ ഒരു ന്യൂനപക്ഷ പരിപ്രേക്ഷ്യത്തിൽ നിന്നുള്ള ഓരോ കോളേജുകൾക്കും വിദ്യാഭ്യാസ രംഗത്തും പ്രവർത്തിക്കുന്ന CKCT പോലെയുള്ള സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ സംഘടനകൾക്കൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നയം ഉണ്ടായിരിക്കണം. ഹൗ ടു റിയാക്ട്, എങ്ങനെ ഇതിനോട് നമ്മൾ പ്രതികരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നമ്മളൊരു നയം രൂപീകരിക്കണം എന്നാണ് അതിനോട് ചേർത്ത് പറയേണ്ടത്. കാരണം വരാനുള്ളതൊക്കെ എന്തായാലും വരും. ഫോറിൻ യൂണിവേഴ്സിറ്റി ആക്ട് ഒക്കെ തീർച്ചയായിട്ടും പാസ്സാവും. കാരണം ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ ഈ സർക്കാരിന് ഭൂരിപക്ഷമുണ്ട്. നമുക്ക് ഒരു കാരണം കൊണ്ടും എതിർക്കാൻ കഴിയില്ല. അപ്പൊ അതൊക്കെ വരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്നത് നമ്മൾ ആലോചിക്കേണ്ട പോയിന്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ വിലയിരുത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തണം എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാ സൈഡും ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു സർ. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹലോ, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ആൻസർ ചെയ്യാം. ചാറ്റ് ബോക്സിൽ How effective NEP to present the university education system? ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ ബാധിക്കാന്നുള്ളത്? ഈ പുതിയ പോളിസി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബാധിക്കാം, ഇപ്പോഴത്തെ പ്രസന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ബാധിക്കാമോ? ഞാൻ പറഞ്ഞില്ലേ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സ്ട്രക്ചറിന് മാറും. ഈ പറഞ്ഞ എല്ലാ യൂണിവേഴ്സിറ്റിയും നേരത്തെ പറഞ്ഞ പോലെ 3 തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഇങ്ങനത്തെ എല്ലാ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും, മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് മാറും. അപ്പൊ കേരളത്തിലൊക്കെ പരിപ്രേക്ഷ്യത്തിൽ ഹലോ കേൾക്കില്ലേ? കേൾക്കുന്നുണ്ട്. മൈക്ക് ഓഫ് ആക്കി. കേരളത്തിലെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നിലവിൽ സ്വയംഭരണം നേടിയ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, ഫറൂഖ് കോളേജ്, MES പോലെയുള്ള സ്ഥാപനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള നാക്കിന്റെ
CGPA സ്കോർ ഉണ്ടാവില്ലേ, ഒരു 3 പോയിന്റിന് മുകളിൽ നേരെ സ്കോർ നേടിയ കോളേജുകളൊക്കെ സ്വാഭാവികമായിട്ട് ഓട്ടോണോമസ് ആയിട്ട് മാറും. ആ ഓട്ടോണോമസ് ആകുന്നത് മൾട്ടി ഡിസിപ്ലിനറി എന്നത് മാറും. ഇപ്പൊ നിലവിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ എന്ത് ചെയ്യും, മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ആയി മാറും. ഇപ്പൊ പഞ്ചായത്ത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റി നമുക്ക് ഉണ്ടല്ലോ, മലയാളം സർവകലാശാല, മറ്റേ സംസ്കൃത സർവകലാശാല, ഇതൊക്കെ ക്ലബ് ചെയ്തുകൊണ്ട് ഒക്കെ എന്തായി മാറും, മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി ആയിട്ട് മാറും. അതേപോലെ കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നൊക്കെ പേര് മാറിയിട്ട് ഡിഗ്രി ഗ്രാൻഡിങ് കോളേജോ അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി കോളേജ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സ്ട്രക്ചറൽ എന്ത് ചെയ്യും, ചേഞ്ച് ആദ്യം നടക്കും. പിന്നെ കരിക്കുലം കാര്യങ്ങളൊക്കെ അതിന്റെ തുടർന്ന് നടക്കും. അതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ നടപ്പാകാണെങ്കിൽ വരാൻ പോകുന്നത്. ഓക്കെ. അതോടൊപ്പം സാർ തന്നെ അതെ ഈ ഭാഷാ സാഹിത്യങ്ങൾക്ക് ഇതിൽ പ്രാധാന്യം കുറയുന്നുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട എങ്ങനെ? ഹലോ, ഭാഷാ സാഹിത്യങ്ങൾക്ക് ഇതിൽ പ്രാധാന്യം കുറയുന്നുണ്ടോ? ഒരു ചെറിയ അലിയാസ് സാങ്കേതിക സാർ പ്രശ്നമുണ്ട് സാർ, ഒന്ന് വായിസ് സാർ പ്ലീസ്. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണോ സാർ? തിരിച്ചു വരുമോ? നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. എന്തൊരു ഓക്കെ ക്ലിയർ അല്ലേ? ആ സാർ പറഞ്ഞോളൂ കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ പറഞ്ഞ എല്ലാ സബ്ജക്ട് ബേസിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ മാറിയിട്ട് ഒറ്റ മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി മാത്രമാകും. അതിൽ നിന്ന് എക്സെപ്ഷൻ ഉള്ളത് ലോ, അതുപോലെ തന്നെ ലോ കോളേജുകളും മെഡിക്കൽ കോളേജുകളും ഈ പറഞ്ഞതുപോലെ നിലനിൽക്കും. ബാക്കിയൊക്കെ മൾട്ടി ഡിസിപ്ലിനറി ഒക്കെ ഏകീകൃതമായിട്ടുള്ള രീതിയിലേക്ക് വരും. അതാണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ 10ാം ക്ലാസ് അല്ലെ 12ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് പഠിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറെ ആൾക്കാർ BScക്ക് പോകും, BAക്ക് പോകും, BComന് പോകും എന്ന് പറയുന്ന രീതി മാറും. എല്ലാവരും എന്ത് ചെയ്യും, ലിബറൽ ആർട്സ് എന്നുള്ള രീതിയിൽ ഒരു ബാച്ചുലർ ഓഫ് ലിബറൽ ആർട്സ് എന്നുള്ള രീതിയിൽ ഒരു ബിരുദത്തിനായിരിക്കും പോകുക. അതിന്റെ ഉള്ളിൽ അവർക്ക് എന്ത് ചെയ്യുക, ഇഷ്ടമുള്ളത് മൈനർ മേജർ എന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. എന്തൊക്കെ പഠിക്കാൻ പോകണോ അതിനൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ABC എന്നുള്ള ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള അക്കാഡമിക് ക്രെഡിറ്റ് ബാങ്ക് ഉണ്ടാവും. അതിൽ ഇങ്ങനെ ATM കാർഡിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇത് കയറുന്ന മാതിരി ഓരോരോ പഠിച്ച ക്രെഡിറ്റുകൾ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്ന മാതിരി ക്രെഡിറ്റുകൾ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അതൊക്കെ 2021 തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കുമെന്നാണ് സർക്കാർ ഈ പോളിസിയിൽ പറയുന്നത്. സാറേ, അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഷാ സാഹിത്യങ്ങൾക്ക് ഇതിൽ പ്രാധാന്യം കുറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഫോറിൻ ലാംഗ്വേജുകൾ, അറബി പോലുള്ള. അതിനെക്കുറിച്ച് എന്താണ് ഇതിൽ പറയുന്നത്? അതായത് ഭാഷാ സാഹിത്യങ്ങളെ കുറിച്ച് ഇതിൽ പറഞ്ഞത്, അത് ഭാഷാ സാഹിത്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞത് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഇംഗ്ലീഷിന് പുറമെ കൊറിയ, പോർച്ചുഗീസ്, ജാപ്പാനീസ്, തായ് ഇങ്ങനെ പറഞ്ഞിട്ട് ചില ഭാഷകൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതിൽ തന്നെ ഉപയോഗിച്ച വാക്ക് സച്ചാസ് എന്നാണ്. ഈ പറഞ്ഞ ഉദാഹരണങ്ങളാണ്. ഇപ്പൊ ആദ്യം വന്നപ്പോ ചൈനീസ് ഉണ്ടായിരുന്നു, പിന്നെ ചൈനീസ് വെട്ടി, സച്ചാസിൽ നിന്ന് ചൈനീസ് പോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അറബി ഉണ്ടാകൂല എന്ന് പറയാൻ പറ്റൂല. അറബിന്റെ പേര് പറഞ്ഞിട്ടില്ല പോളിസിയിൽ. പക്ഷെ എന്തുകൊണ്ടാണ് അറബീന്റെ പേര് പറയാത്തതെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ ആ പോളിസി എഴുതിയ ആളുകൾ പറയും, ഞങ്ങൾ അറബി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അറബി ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ, സച്ചാസ് എന്നാ പറഞ്ഞത്, ഇതേപോലെയുള്ള ഭാഷകൾ എന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ അറബിയെ നിലനിർത്താം, സർക്കാരിന് താല്പര്യം ഇല്ലെങ്കിൽ അറബിയെ ഒഴിവാക്കാം എന്നാണ് പോളിസിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഹിഡൻ അജണ്ട. പക്ഷെ അറബിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒന്നും അത് ഒഴിവാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവർക്ക് ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും കഴിയില്ല. എന്തുകൊണ്ട്? അത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇന്ത്യയിലുള്ള അറബ് രാജ്യങ്ങൾ അങ്ങനത്തെ അവിടെയൊക്കെ അംബാസഡർമാരാണെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് നയതന്ത്ര ബന്ധമുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ സഹായകമാകുന്ന രീതിയിൽ ഒരു അറബി ഒരു ആഗോള ഭാഷ ഉള്ളത് കൊണ്ടും 100 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാഷയാണ് എന്നതുകൊണ്ടും അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് അതിനുണ്ടാവും. ആ ഒരു എലമെന്റ് ഉള്ളത് കൊണ്ട് ഒറ്റയടിക്ക് അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നാണ് പറയാനുള്ളത്. വ്യക്തമായോ? താങ്ക് യു സർ. ക്ലിയർ. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. നോക്സിയാണ് ഷെരീഫിന്റെ വൈഫ്. ഓക്കെ, അത് സം കൺസേൺസ് ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോ B.Ed കോളേജിന്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് അങ്ങ് മാറുവാണെന്ന് പറഞ്ഞു. അതായത് ഇന്റഗ്രേറ്റഡ് B.Ed വരുമ്പോൾ സ്ട്രക്ചറലി മാറ്റം വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡ് അലോൺ കോളേജുകളുടെ അവസ്ഥ എന്താവും?
അതൊരു കൺസേൺ. പിന്നത്തെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിഗ്രി കുട്ടി ഡിഗ്രി 4 ഇയർ ആണ് ഹോണേഴ്സ് ആണെങ്കിൽ ഫസ്റ്റത്തെ ഇയർ കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു 50 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു. അതിൽ ആദ്യത്തെ വർഷം തന്നെ 10 കുട്ടികൾ ലാപ്സായി പോവാം. കാരണം അവർ സർട്ടിഫിക്കറ്റ് ഓക്കെ മതി. ഇനി നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഓക്കെ ഡിപ്ലോമ 2 വർഷം മതി. അങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് ഇയർ ആകുമ്പോഴേക്കുള്ള കുട്ടികളുടെ അവസ്ഥ, അതായത് ക്ലാസ്സുകളിൽ എത്ര കുട്ടികളാണ് ബാക്കി വരിക, അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസ് അതും വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ. പിന്നെ വേറൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം MEd അതായത് PG കോഴ്സുകളെ കുറിച്ച് പറയുമ്പോൾ MEdനെ കുറിച്ചൊന്നും തീരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താവും? അപ്പം PhD എഡ്യൂക്കേഷനിലെ PhD അത് കഴിഞ്ഞ് MEd PhD അങ്ങനെയുള്ളവർ വരുമ്പോൾ അവരുടെ അവരുടെ ക്വാളിഫിക്കേഷനിൽ അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ MEdന് സാധ്യത കുറവാണ്. അപ്പോൾ അവരുടെ ഭാവി എന്താവും? ഇങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ച് ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്യുമോ? വാഫി സാർ മൈക്ക് ഓൺ ചെയ്തിട്ടില്ല. സോറി. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? അതായത് BEdനെ കുറിച്ചാണ് ചോദിച്ചത്. BEd ടീച്ചർ എഡ്യൂക്കേഷൻ വേറൊരു ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പരാമർശിച്ചിട്ടില്ല. അതിൽ പോളിസി പറയുന്നത് ഇന്റഗ്രേറ്റഡ് BEd ആണ്. എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞ് ഇപ്പോഴത്തെ +2 ആയിട്ട് പറഞ്ഞത് 12ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് 4 വർഷത്തെ BEd ഉണ്ടാവും. ഇന്റഗ്രേറ്റഡ് BEd അതും മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും. ഇപ്പൊ നിലവിലുള്ള BEd കോളേജ് അല്ല, മറിച്ച് ഫാറൂഖ് നേരത്തെ പറഞ്ഞതുപോലെ ഇനി വരാൻ പോകുന്നതൊക്കെ മൾട്ടി ഡിസിപ്ലിനറി കോളേജാണ്. BEd കോളേജ്, ഫാർമസി കോളേജ് എന്ന കോളേജുകൾ ഉണ്ടാവില്ല, പോളിടെക്നിക് കോളേജ് ഒന്നും ഉണ്ടാവില്ല. ഒക്കെ ഫാറൂഖ് കോളേജ് ആണെങ്കിലും ഒരു ഫാറൂഖ് കോളേജിൽ ഉദാഹരണത്തിന് മൾട്ടി ഡിസിപ്ലിനറി കോളേജായി മാറും. അവിടെ ആ ക്യാമ്പസിൽ തന്നെ എന്തുണ്ട്? ഫാറൂഖ് ട്രെയിനിങ് കോളേജ് എന്ന BEd MEd കൊടുക്കുന്ന ഒരു കോളേജ് ഉണ്ട്. ആ രണ്ടും ഒന്നായി മാറണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഫാറൂഖ് കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലെ എന്തായി മാറും? ഫാറൂഖ് കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ന് പറയും ടീച്ചർ വിദ്യാഭ്യാസ മേഖല മാറണം എന്നാണ് പോളിസി പറയുന്നത്. അതിൽ തന്നെ അതെന്തിനാ പറയുന്നത്? മൾട്ടി ഡിസിപ്ലിനറി ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ കുട്ടികൾക്ക് +2 ശേഷം അല്ലെ 12ാം ക്ലാസ്സിന് ശേഷം 4 വർഷത്തെ BEd എടുക്കാം. ഇനി ഒരു കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷത്തെ സാധാരണ ഡിഗ്രി പഠിച്ചല്ലോ, നേരത്തെ പറഞ്ഞ ലിബറൽ ആർട്സ് ഡിഗ്രി, ഇത് ഇന്റഗ്രേറ്റഡ് BEd അല്ലാത്ത ഡിഗ്രി പഠിച്ച ഒരു കുട്ടി 3 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1 വർഷത്തെ എന്തെടുക്കാം? 2 വർഷത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ ഡ്യൂറേഷൻ വെച്ചിട്ട് അത് ഈ കോളേജിൽ അവരെയും ചേർക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കണമെന്നുണ്ട്. 4 വർഷത്തെ ഡിഗ്രി പഠിച്ച ഒരു കുട്ടിയെ 1 വർഷവും 3 വർഷത്തെ ഡിഗ്രി പഠിച്ച ഒരു കുട്ടിക്ക് 2 വർഷവും ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകൾ BEd തന്നെ അധ്യാപനത്തിൽ താല്പര്യമുള്ള കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള പുതിയൊരു സമാന്തരമായിട്ടുള്ള സിസ്റ്റം കൂടി ആ കോളേജിൽ ഉണ്ടാക്കണം എന്നാണ് അതിനെക്കുറിച്ച് പിന്നെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചത് എക്സിറ്റ്. ഉദാഹരണത്തിന് ഇതിൽ മൾട്ടി എൻട്രി എക്സിറ്റ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ 10 കുട്ടികൾ 1ാം വർഷം ചേർന്ന് ഒഴിവായി, അല്ലെ വേറെ 10 കുട്ടികൾ 2ാം വർഷം ഒഴിവായി. അപ്പൊ അതിന്റെ ഘടന എന്തായിരിക്കും? അപ്പൊ അതിനാണ് ഇവര് പറഞ്ഞത് മാക്സിമം കുട്ടികളുടെ എണ്ണം കൂടും. അതുകൊണ്ട് 3000, 4000, ഈ 3000 ഒക്കെ ഏറ്റവും മിനിമാണ് പറഞ്ഞത്. മിനിമാണ് 3000. ഇവര് മുന്നോട്ട് വെക്കുന്നത് 20,000, 25,000 ബണ്ടിൽ ഓഫ് കുട്ടികൾ ഉണ്ടാവണം. അപ്പൊ ഒരു കുട്ടി 10, 20 കുട്ടിയെ പോയാൽ എന്താവില്ല? ആ കോളേജിനെ ബാധിക്കൂല, ക്ലാസ്സിനെ ബാധിക്കൂല, മറിച്ച് അതിനെ വേറെ കുട്ടികളെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നു. ഉദാഹരണത്തിന് ഒരു കുട്ടി ഇപ്പൊ മലപ്പുറത്തോ കോഴിക്കോടുള്ള ഒരു കുട്ടി എന്ത് ചെയ്തു? പിന്നെ 1ാം വർഷം പഠിച്ച് ഗൾഫിൽ പോയി. 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ 2ാം വർഷത്തിലേക്ക് വന്നാൽ അവരുടെ കൂടെയുള്ള കുട്ടികളൊക്കെ എന്തായിട്ടുണ്ടാവും? 19, 18 വയസ്സുള്ള കുട്ടികളുടെ കൂടെ ഒരു 28, 30 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു യുവാവ് അല്ലെങ്കിൽ ആ വാർദ്ധക്യത്തിലെത്തിയ ആളായിരിക്കും പഠിക്കാനുണ്ടാകുക. അപ്പൊ അതിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യണം എന്നാണ് പോളിസി പറയുന്നത്. പക്ഷെ അത് നമ്മളെ നയം എത്രത്തോളം അല്ലെങ്കിൽ നമ്മളെ പോളിസി ഇംപ്ലിമെന്റേഷൻ ചെയ്യുമ്പോൾ എത്രത്തോളം നിയമങ്ങൾ എങ്ങനെയാ വരിക എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ ഉണ്ടാവണം എന്നൊക്കെയാണ് പോളിസി പറയുന്നത്. ഏത് കാലത്ത് തിരിച്ചു വന്നാലും എന്ത് ചെയ്യണം? അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു 10, 20 കൊല്ലങ്ങൾ ഗൾഫിൽ അധ്യാപകനായി അല്ലെങ്കിൽ ജോലി ചെയ്ത് തിരിച്ചു വന്നാലും ഡിഗ്രി കോളേജിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം, ലൈഫ് ലോങ് ആവണം എന്നൊക്കെയാണ്. അതൊക്കെയാണ് അമേരിക്കയിലൊക്കെ ഉള്ള ഒരു രീതി. ആ രീതി ഇവിടെ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷനിലും മറ്റും PhD എടുത്ത കാര്യം. എഡ്യൂക്കേഷനെ കുറിച്ച് വേറൊന്ന് പറയുന്നത് എന്താ വെച്ചാല് മറ്റ് എല്ലാ ഡിഗ്രി PhDന്റെ കോഴ്സ് വർക്കിനെ കുറിച്ച് പറയുന്നത് PhDന്റെ കോഴ്സ് വർക്കിന്റെ കൂടെ തന്നെ ഈ PhD പഠിക്കുന്ന കുട്ടികൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പെഡഗോജിക്കൽ
ആസ്പെക്ട് ഒക്കെ പഠിപ്പിക്കണം, അതിനെക്കുറിച്ച് ഒരു കോഴ്സ് ഉണ്ടാവണം എന്നൊക്കെ നിർദ്ദേശം പോളിസിയിലുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നത് ഒരു ചോദ്യം ചിഹ്നമാണ്. പിന്നെ എഡ്യൂക്കേഷൻ ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്ത ആളുകൾക്കുള്ള സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ മൾട്ടി ഡിസിപ്ലിനറി കോളേജുകൾ ഉണ്ടാവും. ഈ പറഞ്ഞ ഫറൂഖ് കോളേജ് ആണെങ്കിലും മലബാർ ക്രിസ്ത്യൻ കോളേജ്, നമ്മുടെ നാട്ടിലെ പരിചിതമായിട്ടുള്ള കോളേജുകളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഈ സാധാരണ കോളേജുകളിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഡിഗ്രി ഗ്രാൻഡിങ് കോളേജുകളിൽ എന്തുണ്ടാവും, പിന്നെ ഈ പറഞ്ഞ അധ്യാപന പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാവും. അവിടെ സ്വാഭാവികമായിട്ടും അധ്യാപകരും ഒക്കെ ആയിട്ട് നിയമിക്കപ്പെടുന്നത് ഈ പറഞ്ഞ ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ. എഡ്യൂക്കേഷന്റെ ആ സ്കോപ്പ് ആ അർത്ഥത്തിൽ ഉണ്ടാവണം എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ എങ്ങനെയാണുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ ഇത് ബാധിക്കുക. ഉദാഹരണത്തിന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നിടത്ത് ഇംഗ്ലീഷിൽ പി ജി അല്ലെങ്കിൽ പി എച്ച് ഡി ഉള്ളവർക്ക് പഠിപ്പിച്ചാൽ മതി, എംഎഡ് വേണ്ട, അല്ല PhD ഇംഗ്ലീഷിൽ പി ജിയും പി എച്ച് ഡിയും ഉള്ളവർ മതി, എംഎഡ് ഉണ്ടാവേണ്ടത് നിർബന്ധമില്ല എന്നൊരു ക്ലോസ് ഉണ്ടെങ്കിൽ ആ എംഎഡ് എടുത്ത ആളുകളെ എന്താ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും. അതൊക്കെ ഇനി വരാൻ പോകുന്ന റെഗുലേഷൻസിൽ എങ്ങനെയാ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇരിക്കും. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ താങ്ക് യു. ഹലോ സർ, പറയൂ. ചോദ്യം ചോദിച്ചോട്ടെ? പറയൂ സർ, ഈ മാറിയ സാഹചര്യത്തിലേക്ക് അധ്യാപകരെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ? കാരണം ഇപ്പൊ കോളേജുകളെല്ലാം സ്റ്റാൻഡ് അലോൺ കോളേജ് ആയിട്ട് മാറുമ്പോൾ അത്തരം അധ്യാപകർക്ക് എങ്ങനെ, അല്ലെങ്കിൽ ഉള്ള അധ്യാപകരെ പ്രൊട്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ അധ്യാപകരുടെ മാറിയ സാഹചര്യത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതില് അധ്യാപകരെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പോളിസിയിൽ പറയുന്നത് അധ്യാപകർക്ക് മാക്സിമം നല്ല ഹെറിറ്റേജ് കൊടുക്കണം, പ്രിസ്റ്റേജ് കൊടുക്കണം, പ്രൊട്ടക്ട് ചെയ്യണം, നല്ല പിന്നെ ഫ്രീഡം കൊടുക്കണം. എന്തിനേറെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ അധ്യാപകർക്ക് സ്വന്തമായിട്ട് കരിക്കുലം ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കാനുള്ള സൗകര്യം കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അതേസമയം അവർ സാലറി കൂട്ടണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോ ഇനി ഇത്തരം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഏത്, അധ്യാപക യോഗ്യത നിശ്ചയിക്കേണ്ടത് എന്ത് എന്നൊക്കെ ഇനി വരാൻ പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുണ്ടല്ലോ, SCയുടെ കീഴിലുള്ള 4 ഉപവിഭാഗങ്ങളുണ്ടല്ലോ, ആ ഉപവിഭാഗം ഘടകങ്ങൾ ആക്ട് ആയിട്ട് തീരുമാനിക്കേണ്ട റൂൾസിൽപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. അപ്പൊ അത് ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എന്താണോ ഈ പറഞ്ഞ ബോഡികൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അധ്യാപകരുടെ ഭാവി എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ പോളിസി എന്താകാൻ പറ്റൂല, പോളിസി യെസ് ഓർ നോ പറയുന്നില്ല, പോളിസി ഒരു വാതിൽ തുറന്നിട്ടാണ്. ഇനി എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് എന്താണ്, ഈ ആക്ടുകളാണ്. അതാണ് ഈ വരാനിരിക്കുന്നത്. ഒരുപാട് ആക്ടുകൾ വരാനുണ്ട്. ഹലോ സാർ, ഒരു ക്വസ്റ്റ്യന്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കണ്. ഹലോ, ഈ സ്റ്റുഡൻസ് പൊളിറ്റിക്സിനെ കുറിച്ച് എന്റെ ഒരു ഭാവി എന്തായിരിക്കും? അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ അതിലുണ്ടോ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ? ഇപ്പൊ സംഘപരിവാറാണെന്നുണ്ടെങ്കിലും ABVP അതിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. അപ്പോ അതിന്റെ ഒരു പൊളിറ്റിക്സിന്റെ ഒരു ഭാവി എന്താണ്? അപ്പൊ ഒരു 10 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി, ഇപ്പൊ ഒരു 10 കൊല്ലം കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് റീ അഡ്മിറ്റ് ചെയ്യുമ്പോ പൊളിറ്റിക്സിൽ എന്താ പറയാ, ഇപ്പൊ ഒരു MLA ആവാൻ സാധ്യതയുള്ള ഒരാളെ നമുക്ക് വേണമെങ്കിൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാം. കാരണം എങ്ങനെ വേണമെങ്കിലും രാഷ്ട്രീയം കളിക്കാവുന്നതാണ് കുട്ടികൾക്ക്. 5 കൊല്ലം കഴിഞ്ഞ് വന്നാലും ഒരു 10 കൊല്ലം കഴിഞ്ഞ് വന്നവർക്ക് രാഷ്ട്രീയം സുഖമായി കളിച്ചു പോകാവുന്നല്ലോ. രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് അത്തരം കാര്യങ്ങളൊന്നും നേരിട്ട് ഇതിൽ പരാമർശിക്കുന്നില്ല. അത് രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് ഒരു ഞാൻ പറഞ്ഞില്ലേ, ഈ മഞ്ജു ഭാർഗവ അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ വെസ്റ്റേൺ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ മറ്റേ വസന്തകാമത്ത് മറ്റേ ആണെങ്കിലൊക്കെ. അപ്പൊ അതിൽ നിന്നാണ്, ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാണ്. അല്ലാണ്ട് ഇവിടെയുള്ള ലോക്കൽ പൊളിറ്റിക്സോ മറ്റോ ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഇങ്ങനെ അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമായിരിക്കും. എന്ന് പറഞ്ഞാൽ തൊഴിൽ എന്നുള്ള ഒരു ചിന്ത, സ്കിൽ അക്വയർ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലേക്ക് കുട്ടികളെ ക്രെഡിറ്റ് നേടുക, അങ്ങനെയൊക്കെ നേടുക എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്നത് വേറൊരു വശം എന്ന് പറയുന്നത് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും അധ്യാപകർ അല്ലെങ്കിൽ സിസ്റ്റത്തിന് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ABC ക്രെഡിറ്റ് ബാങ്ക് ഉദാഹരണത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരാളെ നമുക്ക് എന്താക്കാറുണ്ട്, സാമ്പത്തികമായിട്ട് ബാൻ ചെയ്യാറുണ്ട്. ഇപ്പോ സ്വർണ്ണക്കള്ളക്കടത്തും മറ്റേലൊക്കെ ഉണ്ടാകുന്ന ആളുകൾ എന്താക്കാറുണ്ട്, അവരുടെ അക്കൗണ്ട് മരവിപ്പിക്കാറുണ്ട്. എന്നതുപോലെ തന്നെ ഇതൊക്കെ ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കുരുത്തക്കേട് കളിക്കുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അവന്റെ ക്രെഡിറ്റ് ABC മൊത്തം ഡിജിറ്റൽ ആണല്ലോ, അതാണ് ബാൻ ചെയ്താൽ പിന്നെ അവന് എത്ര സ്കില്ല് നേടിയിട്ടും കാര്യം ഉണ്ടാവില്ല. എന്താവും ഒക്കെ
വെള്ളത്തിലാവും. അങ്ങനെ സാധനം നമ്മൾ അക്കൗണ്ട് മരവിപ്പിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിന് സമാനമായിട്ടുള്ള ഒരു രീതി ഇന്ത്യയിലൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. ആരും ചോദ്യം ചെയ്യില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം അതിലുണ്ട്. ആ പ്രശ്നം കാണാതെ ഇതിന്റെ ഗുണം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ABC ഒക്കെ മുന്നോട്ട് വരുന്നത്. ക്രെഡിറ്റ് ബാങ്ക് എന്നതൊക്കെ നല്ല ആശയമാണ്. പക്ഷെ ഇങ്ങനെ നെഗറ്റീവായിട്ടും ഭരണകൂടങ്ങൾ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട്. അത് നമ്മൾ ബോധവാന്മാരാവണം. ഓക്കെ നമുക്ക് സമയം കുറച്ച് അതിക്രമിച്ചതുകൊണ്ട് ഇനി കൂടുതൽ സമയം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വളരെ വിശദമായി കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കോംപ്രഹെൻസീവ് ആയിട്ട് തന്നെ ഈ ടോപ്പിക്ക് കൈകാര്യം ചെയ്ത പ്രിയങ്കരനായ നമ്മുടെ അലി ഹസൻ സാഹിബിന്, വാഫി സാറിന് CKCT പേരിൽ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇതിൽ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയത് ഇതിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ കുറിച്ചാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ, പല പെർസ്പെക്റ്റീവിൽ നിന്നും ഇതിനെ നോക്കിക്കണ്ട ആളുകളുണ്ട്. അതിൽ നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പിന്നാക്ക ന്യൂനപക്ഷങ്ങൾ എഡ്യൂക്കേഷൻ പോളിസിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതിലുപരിയായി ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ പോലെയുള്ള അധ്യാപകർ, നമ്മുടെ വിദ്യാർത്ഥികൾ, അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് ഹയർ എഡ്യൂക്കേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, അവരെ എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്നതാണ് പ്രധാനമായും ഇന്നത്തെ ഈ സംസാരം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ 35 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു മേജർ ചേഞ്ച്, ഒരു പുതിയ ഷിഫ്റ്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പരിഷ്കാരമാണ് ഇപ്പോൾ നടപ്പായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും ഡെവലപ്മെൻ്റൽ ആയിരിക്കും. പ്രത്യേകിച്ച് യൂറോ അമേരിക്കൻ രീതികൾ കണ്ട് അതിലെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാക്കിയ ഒരു പോളിസി എന്ന രീതിയിൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള അക്കാഡമിക് ഫ്രീഡം തരുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ രീതി എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ലിബറൽ രീതി എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും കരിക്കുലം ഡിസൈൻ ചെയ്യുന്നവർക്കും അതുപോലെ മാനേജ്മെന്റിനും ഒക്കെ ഫ്രീഡം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യയിലെ ഗവൺമെന്റ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പല അഡ്മിനിസ്ട്രേറ്റീവ് പോളിസികളും ഇത്തരത്തിൽ ഗുണങ്ങൾ കാക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടോ ഇരുന്നുവെങ്കിലും പിന്നീട് അത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പല കോംപ്ലിക്കേഷൻസ്, ആശങ്കകൾ ഒക്കെ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ആശങ്കപ്പെടുന്നതും അതിലെ ചില ക്ലോസുകളെ കുറിച്ചൊക്കെ നമുക്ക് ചില തരത്തിലുള്ള അൺസർട്ടനിറ്റീസ് ഉണ്ടാകുന്നതും. ഇനി ഈ എഡ്യൂക്കേഷൻ പോളിസി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഏകദേശം 1 വർഷം മുമ്പ് തന്നെ ഇത് ഔട്ട് ചെയ്തിരുന്നു. ഇതിൻ്റെ ഡ്രാഫ്റ്റ് ഔട്ട് ചെയ്തിരുന്നു. പബ്ലിക്കിന്റെ ഒപ്പീനിയൻസ് അറിയാൻ വേണ്ടി സമൂഹത്തിലെ അക്കാഡമീഷ്യൻസിൻ്റെയും അതുപോലെ എഡ്യൂക്കേഷൻ എക്സ്പേർട്ടുകളുടെയൊക്കെ നിരീക്ഷണങ്ങൾ അറിയാൻ വേണ്ടി ഇത് ഔട്ട് ചെയ്തിരുന്നു. അന്ന് നമ്മളൊക്കെ നമ്മുടെ ഫീഡ്ബാക്ക് CKCT ആയിട്ടും അല്ലാതെയും നമ്മുടെ രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടനകളൊക്കെ ബാനറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിരുന്നു. അതൊക്കെ അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതിയ ഇതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ഡോക്യുമെന്റ് പുറത്തിറങ്ങിയിട്ടുള്ളത്. ആകെ കിട്ടിയത് 40 അല്ലെങ്കിൽ 60 ഫീഡ്ബാക്കുകൾ മാത്രമാണ് എന്നൊക്കെ പറയുകയുണ്ട്. ഈ അവസാനം വന്ന എൻവയോൺമെന്റൽ ഇതുണ്ടല്ലോ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് എന്നതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണങ്ങളെയും അത്ര വാല്യൂ മാത്രമേ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം പ്രത്യേകിച്ച് പ്രധാനമായ മാറ്റങ്ങളൊന്നും അതിനുശേഷം നമ്മൾ കണ്ടിട്ടില്ല. ഏതായിരുന്നാലും നിരവധി ഡെവലപ്മെന്റൽ ആയിട്ടുള്ള നിയമങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ നടപ്പാക്കുന്നുണ്ട്. ഇതിപ്പോൾ ദേശീയ പൗരത്വ രജിസ്റ്റർ പോലെ ഫിലോസഫിക്കലി തീർച്ചയായിട്ടും രാജ്യത്തിന് ഗുണകരമാകുന്നതൊക്കെ ആയിരിക്കാം. പക്ഷേ അത് അൾട്ടിമേറ്റ്ലി നടപ്പാക്കി വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ഇതിലേറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു വാക്ക് ഇന്ത്യൻനെസ് എന്നതാണ്. ഇന്ത്യൻനെസ് എന്ന വാക്ക് തികച്ചും ഇന്ത്യയുടെ ഭൂതകാലത്തിലും ഇന്ത്യയുടെ കഴിഞ്ഞ കാലത്തെ ട്രഡീഷനിലും ഹെറിറ്റേജിലും ഒക്കെ അഭിമാനം കൊള്ളുന്ന നമ്മൾ ഇന്ത്യക്കാർ ഇന്ത്യൻ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള, ഇന്ത്യൻ പാരമ്പര്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടപ്പാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻനെസ് എന്ന വാക്കിനെ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ ഇന്ത്യൻനെസ് എന്ന വാക്കുമായി ബന്ധപ്പെട്ട എന്താണ് ഇന്ത്യ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ പുതിയ ഗവൺമെന്റ്. അങ്ങനെ വ്യത്യസ്തമായി ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യൻനെസ് നടപ്പാക്കുമ്പോഴാണ് അതിൽ ആശങ്ക ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് തന്നെ ആരാണ് ഇന്ത്യക്കാർ, ആരാണ് യഥാർത്ഥ
ഇന്ത്യ ആരുടേതാണ്? ഇന്ത്യ എന്ന സർക്കിൾ മാറ്റി വരച്ചതുകൊണ്ട് അപ്പൊ ഇന്ത്യൻനെസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങൾക്ക് അതിൽ ആശങ്ക ഉണ്ടാകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. പിന്നെ എഡ്യൂക്കേഷൻ കരിക്കുലം റീസ്ട്രക്ചറിങ്, അതുപോലെ എഡ്യൂക്കേഷൻ ഏജൻസികളുടെ റീസ്ട്രക്ചറിങ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റീസ്ട്രക്ചറിങ് തുടങ്ങിയുള്ള അടിമുടി ഈ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ പോളിസിയാണ് ഇപ്പോൾ നടപ്പായിട്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ബൃഹത്തായ ഒരു അനാലിസിസ് ആണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഈ സമയത്ത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വിഷയം വളരെ സമഗ്രമായി തന്നെ പഠിച്ച് അവതരിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത്, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട അലി ഹസൻ വാഫിക്ക് CKCET പേരിൽ ഹൃദ്യമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ വിഷയാവതരണം കഴിഞ്ഞതിന് ശേഷം നല്ല ചോദ്യങ്ങളുമായി ആളുകൾക്ക് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമായി വന്ന ചോദ്യങ്ങൾ ഉയർത്തി അത് ചർച്ചകളിൽ പങ്കെടുത്ത ഇന്നത്തെ ഓഡിയൻസിൽപ്പെട്ട നമ്മുടെ CKCET അംഗങ്ങളും അല്ലാത്തവരും നമ്മുടെ അഭ്യുദയകാംക്ഷികളും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം എന്ന താല്പര്യത്തോടു കൂടി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും CKCET പേര് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം ഈ റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ്. റിസർച്ച് ഒരു സെപ്പറേറ്റ് ബാനറിന്റെ കീഴിൽ, ഒരു അംബ്രല്ലയ്ക്ക് കീഴിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ആശങ്കകൾ, റിസർച്ച് ടോപ്പിക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്യാം, റിസർച്ച് ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് പുതിയ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് പറയുന്നത്. അതിലുള്ള ടോപ്പിക്കുകൾ മാത്രമേ ഇനി മൈനർ റിസർച്ച് ആണെങ്കിലും മേജർ റിസർച്ച് ആണെങ്കിലും PhD ആണെങ്കിലും പോസ്റ്റ് ഡോക്ക് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഈ UGC ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് അതൊക്കെ ഡെവലപ്മെന്റിലാണ് നമ്മൾ ആദ്യം കരുതി. പക്ഷെ പിന്നീട് നടപ്പിലായപ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഗവൺമെന്റിന്റെ പിന്നിൽ ബാക്ക്ഡ്രോപ്പായി വർക്ക് ചെയ്യുന്ന ഗവൺമെന്റിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മിഷനറി സംഘടനകൾ, രാഷ്ട്രീയ, സാമൂഹിക, മത, റേഷ്യൽ സംഘടനകളൊക്കെ അതിൽ ഇടപെടുന്ന രീതികളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന്റെ അർത്ഥത്തിലുള്ള ആശങ്കകളാണ് ഇവിടെ വിഷയാത അവതാരകനും കൂടെ പങ്കുവച്ചിട്ടുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും CKCET പേരിൽ ഹൃദ്യമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ഇതാണ് ഫൈറൂസ് സാർ ഒരു കാര്യം പറയാം. നാളത്തെ ടോപ്പിക് ഒന്ന് പറഞ്ഞാൽ നന്നായി. നാളത്തെ ടോപ്പിക്ക് നേരത്തെ നമ്മളെ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യണ്ടായിരുന്നു. റോഫ് സാർ നമ്മളെ നാളെ ഡോക്ടർ KV മുഹമ്മദ് സാഹിബാണ്. ഓക്കെ, അദ്ദേഹമായിരിക്കും നമുക്ക് നാളത്തെ സെഷൻ കൈകാര്യം ചെയ്യാം. ഇനി ഇന്നത്തെ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി പ്രിയങ്കരനായ ബഷീർ സാറെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഷീർ സാർ പ്ലീസ്. ബഷീർ PT, മമ്പാട് MES കോളേജിൽ അറബിക് വിഭാഗം അധ്യാപകനാണ്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്നത്തെ നമ്മുടെ സെഷൻ ഓക്കെ ഇന്നത്തെ നമ്മുടെ സെഷൻ വളരെ ഇൻഫോർമേറ്റീവായി, വളരെ എല്ലാവരും ഇത് സജീവമായി ഇതിന്റെ ആദ്യം മുതൽ കേൾക്കുകയും അതുപോലെ തന്നെ പിന്നെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇനി വൈകിപ്പിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ ക്ലാസ് എടുത്തവർക്കും അതുപോലെ സംശയം ഉന്നയിച്ചവർക്കും അതുപോലെ തന്നെ അതിൽ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും മറ്റു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.